Hi students, good evening. Okay, module 4 ന്റെ ഡിസ്കഷൻ ആണ്. റേസ് മൊഡ്യൂൾ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അതിൻ്റെ ഡിസ്കഷൻ ആണ്. ചാപ്റ്റേഴ്സ് സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി, സ്ട്രക്ചർ ഓഫ് ആറ്റം, കെമിക്കൽ ബോണ്ടിങ്, സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, തെർമോഡൈനാമിക്സ് ആൻഡ് ഇക്വിലിബ്രിയം അല്ലേ. നമ്മൾ കെമിസ്ട്രിയിലെയും ഫസ്റ്റ് 6 ചാപ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. ഇതിൽ സ്ട്രക്ചർ ഓഫ് ആറ്റം പീരിയോഡിക് ടേബിൾ ഇല്ല, അതിന് ഓർഗാനിക് കെമിസ്ട്രി ആയതുകൊണ്ട്. ബാക്കി ഫിസിക്കൽ കെമിസ്ട്രിയുടെ ബേസിക് കോൺസെപ്റ്റ്സ്, സ്ട്രക്ചർ ഓഫ് ആറ്റം, കെമിക്കൽ ബോണ്ടിങ്, then states of matter, thermodynamics and equilibrium. ഇത്രയും ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ റെഡി അല്ലേ? നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റിലേക്ക് എൻ്റർ ചെയ്യാലോ അല്ലേ? റെഡി അല്ലേ? യെസ്, തുടങ്ങാം. ക്വസ്റ്റ്യൻ നമ്പർ 1. Equal masses of hydrogen, oxygen and methane have been taken in a container of volume V at temperature 27 degrees Celsius in identical conditions. The ratio of the volumes of gases H2O2 and methane would be. ഇതാണ് ചോദ്യം. ഓക്കെ, നോക്കിക്കോളൂ. ഇവിടെ എങ്ങനെ ഈക്വൽ മാസ് ഓഫ് H2O2 ആൻഡ് മീഥേൻ ഹാവ് ബീൻ ടേക്കൺ. കണ്ടീഷൻ നോക്കൂ. വോള്യം ഈസ് കോൺസ്റ്റന്റ് ആൻഡ് ടെമ്പറേച്ചർ 27 ഡിഗ്രി സെൽഷ്യസ് അണ്ടർ ഐഡൻറ്റിക്കൽ കണ്ടീഷൻ. സോ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടീഷനാണ്, വോള്യം കണ്ടീഷനാണ്. റേഷ്യോ ഓഫ് വോള്യൂംസ് ഓഫ് ഗ്യാസസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കണ്ടെയ്നറിൻ്റെ വോള്യം എന്താണ്? ഇറ്റ് ഇസ് ടോട്ടൽ വോള്യം വി ആണ്. ദെൻ ഇറ്റ് ഇസ് 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. റേഷ്യോ ഓഫ് വോള്യൂംസ് ഓഫ് ഗ്യാസ് എന്നാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ഇവിടെ മനസ്സിലാക്കാം. ഇറ്റ് ഈസ് ടേക്കൺ ഇൻ എ കണ്ടെയ്നർ ഓഫ് വോള്യം വി ആണ്. സോ അതിനകത്തുള്ള ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ ഈക്വൽ മാസ് H2O2 ആൻഡ് മീഥേൻ ഗ്യാസിൽ നിന്നുള്ള നമ്പർ ഓഫ് മോൾസിൻ്റെ ടോട്ടൽ പ്രഷർ ആയിരിക്കും അവിടെ ഉണ്ടാവുക. വേറെ അതിലേക്ക് നമ്മൾ പ്രഷർ കൂട്ടുന്നില്ല, കുറക്കുന്നില്ല. ടോട്ടൽ വോള്യം അവിടെ ഫിക്സഡ് വോള്യം ആണുള്ളത്. then അതിലെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. നോ സിംപ്ലി ദ റേഷ്യോ ഓഫ് ദ വോള്യൂംസ് വുഡ് ബി എന്നാണ് ചോദിച്ചത്. നമുക്കറിയാം അറ്റ് ഗിവൺ കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ വോള്യൂം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ്. അപ്പോൾ വോള്യത്തിൻ്റെ പ്രൊപ്പോർഷൻ മീൻസ് എന്തായിരിക്കും? ദർ കറസ്പോണ്ടിങ് നമ്പർ ഓഫ് മോൾസിൻ്റെ പ്രൊപ്പോർഷൻ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ H2:O2 മീഥെയിൻ മാസിൻ്റെ പ്രൊപ്പോർഷൻ എങ്ങനെയാ? ഇറ്റ് ഈസ് ഈക്വൽ മാസസ് അല്ലേ. സോ ഇറ്റ് ഈസ് 1:1:1. ഇതാണ് ബൈ മാസ് പ്രൊപ്പോർഷൻ. മാസിൻ്റെ പ്രൊപ്പോർഷൻ 1:1:1. ഓക്കെ, നൗ നമ്പർ ഓഫ് മോളിൻ്റെ പ്രൊപ്പോർഷൻ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? കറസ്പോണ്ടിങ് മോളിക്കുലാർ മാസസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ. H2 ആകുമ്പോൾ ഇറ്റ് ഈസ് 1/2:2. ഓക്സിജൻ ആകുമ്പോൾ 1/32:2. മീഥേൻ 1/16. ഇതിപ്പോൾ എന്തിൻ്റെ പ്രൊപ്പോർഷനായി? മോളിൻ്റെ പ്രൊപ്പോർഷനായി. ശരിയല്ലേ? അപ്പോൾ 32 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇറ്റ് ഈസ് 16:1:2. ദിസ് ഈസ് ദ റേഷ്യോ ബൈ മോൾ ആണ്. ആൻഡ് വി നോ വോള്യൂം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾ. വോള്യൂം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾ. അപ്പോൾ നമ്പർ ഓഫ് മോളിൻ്റെ പ്രൊപ്പോർഷൻ തന്നെയായിരിക്കും ആരുടെ പ്രൊപ്പോർഷൻ? വോള്യത്തിൻ്റെ പ്രൊപ്പോർഷനും. സോ 16:1:2. ഓപ്ഷൻ ഡി ഈസ് ദി ആൻസർ. ഓപ്ഷൻ ഏതാണ്? ഡി ഈസ് ദി ആൻസർ. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 2. ഹൗ മെനി മോൾസ് of lead to chloride will be formed from a reaction between 6.5 gram of PbO and 3.2 gram of HCl. Leadന്റെ atomic weight given ആണ് 207 ആണ്. So reaction is between lead to chloride. lead oxide and HCl ആണ് റിയാക്ഷൻ കൊടുത്തിരിക്കുന്നത്. leadന്റെ oxide PbO and HCl. അപ്പോൾ PbO plus HCl giving product ആരെ വരിക? ഇറ്റ് ഇസ് PbCl2 ആൻഡ് H2O ഉണ്ടാവും അല്ലേ. H2O 2HCl കൊടുത്താൽ മതി. ബാലൻസ്ഡ് ആയില്ലേ? PB 2 Cl 2 Cl 2 H ഒരു H2. ശരിയല്ലേ? ഓക്കെ, ഇവിടെ 6.5 gram ലെഡിൻ്റെ ഓക്സൈഡ് 6.5 gram ലെഡ് ഓക്സൈഡ് ഇസ് ടേക്കൺ. ഓക്കെ, HCl എത്രയാണ് ഉള്ളത്? ഇറ്റ് ഇസ് 3.2 gram ഇസ് ടേക്കൺ. ഇനി ഹൗ മെനി മോൾസ് PbCl എത്ര ഫോം ചെയ്യാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഹൗ മെനി മോൾസ് ഓഫ് PbCl ഒബ്റ്റെയിൻഡ്, ഇതാണ് ചോദ്യം. ഇവിടെ ലെഡിൻ്റെ മാസ് 207 ആണ്. PbOയുടെ മാസോ ഇറ്റ് ഇസ് 207 പ്ലസ് ഓക്സിജൻ 16 അല്ലേ. അപ്പോൾ എത്ര വരിക? ഇറ്റ് ഇസ് 223 എന്ന് വരും അല്ലേ.
223 എന്ന് വരും. ഓക്കെ, അപ്പോൾ 6.5 ഗ്രാം എന്ന് പറഞ്ഞാൽ 6.5/223 ഇറ്റ്സ് ഈക്വൽ ടു 0.029 മോൾ എന്ന് വരും വാല്യൂ. നമ്പർ ഓഫ് മോൾസ് ഓഫ് PbO ഇനീഷ്യൽ ടേക്കൺ എത്രയാ? ഇറ്റ് ഈസ് 0.029 ആണ്. ഓക്കെ, നൗ HCl ആണെങ്കിലോ ഇറ്റ് ഈസ് 3.2 ഡിവൈഡഡ് ബൈ 36.5. That's the molecular mass of HCl. 36.5 ആണ്. So when divided by 36.5 will get എത്ര വരും? It is equal to എത്ര വരിക? 0.087 മോൾ. ഇവിടെ സ്റ്റോഷിയോമെട്രിക്കലി നോക്കൂ, 1 മോൾ PbO റിക്വയർ 2 മോൾ HCl. 1 മോൾ റിക്വയർ 2 മോൾ. അപ്പോൾ അങ്ങനെയെങ്കിൽ 0.029 മോൾ റിക്വയർ ഇറ്റ്സ് ട്വൈസ് എത്രയാ? 0.58 മതിയാവും അല്ലേ? 0.058 മതിയാവും. പക്ഷെ ഇവിടെ 0.087 മോളില്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ HCl എന്താണ്? ഇറ്റ് ഈസ് എക്സസ് റിയേജൻ്റ് ആണ്. PbO എന്താണ്? ലിമിറ്റിംഗ് റിയേജൻ്റ് ആണ്. ലെഡ് ഓക്സൈഡ് ഈസ് ലിമിറ്റിംഗ് റിയേജൻ്റ്. വൈ? അത് 0.029 മോളേ ഉള്ളൂ. അതിന് കംപ്ലീറ്റ് റിയാക്ട് ചെയ്യാൻ ട്വൈസ് ആണ് HCl വേണ്ടി വരിക. എന്ന് പറഞ്ഞാൽ 0.058 മതി. ബട്ട് അവിടെ എത്ര ഉണ്ട്? അവിടെ 0.087 ഉണ്ട് എന്ന് പറഞ്ഞാൽ HCl ഈസ് എക്സസ് ആണ്. അപ്പോൾ HCl എക്സസ് ആണെങ്കിൽ അത് കുറച്ച് ഭാഗം അൺറിയാക്റ്റഡ് ആയിരിക്കും. അവിടെ ആരാണ് കംപ്ലീറ്റ് റിയാക്ട് ചെയ്യുക? ഇറ്റ് ഈസ് PbO ആണ്. അങ്ങനെ വന്നാൽ 0.29 മോൾ PbO undergoes reaction. 1 mole PbO will give 1 mole PbCl2. 0.029 mole PbO will give 0.029 mole of PbCl2. പിടികിട്ടിയോ? It is 0.029 mole. Why? Limiting reagent ആരാ ഇവിടെ? It is PbO limiting. ആൻഡ് ലിമിറ്റിംഗ് റിയേജൻ്റെ പ്രൊപ്പോർഷൻ പ്രകാരമാണ് ഇത് റിയാക്ഷൻ്റെ പ്രൊഡക്റ്റ് ഫോം ചെയ്യുക. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. പിടികിട്ടിയോ? ഓപ്ഷൻ ഡി ഈസ് ദി ആൻസർ. ക്ലിയർ അല്ലേ? ഇനി പിന്നെ ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് പറയുക, എപ്പോഴും ആ ലിമിറ്റിംഗ് റിയേജൻ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഒരു സിമ്പിൾ കാര്യം കൂടെ പറയാം. PbO+2 HCl ഗിവിങ് PbCl2 ആൻഡ് H2 നമ്മൾ എഴുതിയില്ലേ? എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടു നമ്പർ ഓഫ് മോൾസിൻ്റെ പ്രൊപ്പോർഷൻ ഇങ്ങനെ സ്റ്റെപ്സ് എഴുതി കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ നമ്പർ ഓഫ് മോൾസ് ഓഫ് PbOയും നമ്പർ ഓഫ് മോൾസ് ഓഫ് HCl നമ്മൾ കണക്ഷൻ എങ്ങനെയാണ്? അത് എഴുതേണ്ട മാർഗ്ഗം ഇതാണ്. എത്ര മോൾ PbO ഉണ്ടോ അതിൻ്റെ ട്വൈസ് മോളാണ് ആര് വേണ്ടത്? HCl വേണ്ടത്. എത്ര മോൾ PbO ഉണ്ടോ അതിൻ്റെ ട്വൈസ് ആണ് HCl വേണ്ടി വരിക. അപ്പോൾ ഇതിൻ്റെ ട്വൈസ് ആണ് നമ്പർ ഓഫ് മോൾസ് ഓഫ് HCl എന്ന് പറഞ്ഞാൽ. ഇതിന് മറ്റൊരു റൈറ്റിംഗ് ഉണ്ട്. PbO ഇസ് ഈക്വൽ ടു ഇയാളുടെ റിയാക്ടൻ്റെ പ്രൊഡക്റ്റിന് കോഎഫിഷ്യൻസ് ഇല്ലേ, അതിനെ 1/, ആക്കി എഴുതിയാൽ മതി. നമ്പർ ഓഫ് മോൾസ് ഓഫ് HCl ഇസ് ഈക്വൽ ടു ഇവിടെ 1 അല്ലേ? സോ 1/1 നമ്പർ ഓഫ് മോൾസ് ഓഫ് PbCl2 ഇസ് ഈക്വൽ ടു ഇവിടെ 1 അല്ലേ? നമ്പർ ഓഫ് മോൾസ് ഓഫ് H2O. അപ്പോൾ ഈ ബാലൻസ്ഡ് റിയാക്ഷനിലെ കോഎഫിഷ്യൻസ് നമ്മൾ 1/2 റിലേഷൻ ആ 1/, റിലേഷൻ കൊടുത്ത് ഇക്വേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ റിലേഷൻ നമുക്ക് മനസ്സിലായി. നമ്പർ ഓഫ് മോൾസ് ഓഫ് PbO ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് PbCl2. ഓക്കെ, ഇവിടെ ലിമിറ്റിംഗ് റിയേജൻ്റ് ആരാണോ അതിനെ മാത്രമേ ഈ റിലേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം PbO 0.029 എന്ന് കിട്ടി, അയാളാണ് ലിമിറ്റിംഗ് റിയേജൻറ്റ്. അപ്പോൾ ലിമിറ്റിംഗ് റിയേജൻറ്റ് 0.029 മോളാണ് ഉള്ളതെങ്കിൽ എത്ര HCl വേണ്ടി വരിക? HCl വേണ്ടി വരിക അറിയണമെങ്കിൽ ഈ 2 ഇങ്ങോട്ട് കൊടുക്കും. 2 × 0.029 ആയിരിക്കും. എത്ര PbCl2 ഫോം ചെയ്യുക? 2 ഈക്വലാ. സെക്കൻഡ് 0.029. ഈ ഒരു റിലേഷൻ സൂക്ഷിച്ചുകൊണ്ട് എഴുതാൻ എപ്പോഴും ഒരു റിയാക്ഷൻ ബാലൻസ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്പർ ഓഫ് മോൾസിന് ഇക്വേറ്റുള്ള മാർഗ്ഗം ഇതാണ്. സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻസിന് 1/, റിലേഷൻ കൊടുത്തിട്ട് എഴുതുക. ഒരു എക്സാം കൂടെ പറഞ്ഞുതരാം. നിങ്ങളുടെ ഈ സ്റ്റോഷിയോമെട്രിക് കാൽക്കുലേഷനിലേക്ക് പെട്ടെന്ന് ഇക്വേഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ പെർമാംഗനേറ്റ് റിയാക്ഷൻ KMnO4 വിത്ത് ഓക്സാലിക് ആസിഡ് C2O4 അപ്പോൾ ആ റിയാക്ഷൻ നമ്മൾ ബാലൻസ് ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ് ഞാൻ എഴുതുന്നില്ല. പ്ലസ് C2O4 ഗീവിങ് Mn2+ ആൻഡ് CO2 എന്നുള്ള റിയാക്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാലൻസിൽ വരുമ്പോൾ ഇവിടെ 2 വരും, ഇവിടെയും 2 വരും, ഇവിടെ 5 വരും, ഇവിടെ 5 to 10 വരും. അവിടുത്തെ കോഎഫിഷ്യൻസ് വരുന്നത്. ഇവിടെ നമ്പർ ഓഫ് മോൾസ് ഇക്വേറ്റ് ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ട് കൺവേർട്ട് ചെയ്യാൻ സ്റ്റെപ്സ് കുറയ്ക്കാനുള്ള മാർഗ്ഗം എന്താ? ബാലൻസ് കിട്ടിക്കഴിഞ്ഞാൽ 1/2 ഇൻറ്റു നമ്പർ ഓഫ് മോൾസ് ഓഫ് MnO4- is equal to 1/5 into number of moles of oxalate
is equal to 1 by 2 into number of moles of Mn2 plus is equal to 1 by 10 into number of moles of CO2. ഓക്കെ, അപ്പോൾ ഇതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് വേ ഓഫ് ഇക്വേറ്റിംഗ് ദ നമ്പർ ഓഫ് മോൾസ് ഇൻ എ ബാലൻസ്ഡ് കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ ഇത് റൈറ്റിംഗ് പഠിച്ചോളുക. ഇതിലൊരാളുടെ വാല്യൂ കിട്ടാൻ നമുക്ക് എന്തെങ്കിലും കറസ്പോണ്ട് ബാക്കി ആരും പ്രിഡിക്റ്റബിൾ ആവുകയും ചെയ്യും. നമ്മളിങ്ങനെ കുറേ സ്റ്റെപ്സ് എഴുതി കൊണ്ടുപോകണ്ട. ജസ്റ്റ് ഈ ഒരു ബാലൻസ്ഡ് ഫോർമാറ്റ് കിട്ടിയാൽ ഈ റിലേഷൻ കൊടുക്കുക. ഇതിലൊരാൾ വാലിഡ് ആയാൽ മതി. ഇതിലാരാണ് ലിമിറ്റിംഗ് ഏജൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രം മതി ആളുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ബാക്കി എല്ലാവരുടെ വാല്യൂ എന്തായി അവിടെ ഡിഫൈൻഡ് ആയി. നിങ്ങൾക്ക് വോള്യത്തിലേക്കോ മുകളിലേക്കോ ഒക്കെ കൺവേർട്ട് ചെയ്യാൻ പറ്റും ചെയ്യും. മനസ്സിലായില്ലേ? ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3. അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദെയർ മാസസ്. മാസിൻ്റെ ഓർഡറിലാണ് എഴുതാൻ പറഞ്ഞത്. അറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ 16 ആണ്, കോപ്പർ 63 ആൻഡ് നൈട്രജൻ 14 ആണ്. 1 ആറ്റം ഓഫ് ഓക്സിജൻ്റെ മാസാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് 16 U. 16 U. 1 atom of nitrogen, you know it is 14 U. 10 raised to minus 10 mole of oxygen ആണ്. 10 raised to minus 10 mole of oxygen. ഇവിടെ 10 raised to minus 10 mole അല്ലേ ഉള്ളത്. ഒരു മോളിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ 16 ഗ്രാം ആണ്. 10 raised to minus 10 mole of oxygen എന്നല്ലേ പറഞ്ഞേ. ഇവിടെ നമ്മൾ ടേക്കിംഗ് ആസ് വൺ ഓക്സിജൻ ആറ്റമായിട്ട് എടുക്കുന്ന കേട്ടോ. 10 raised to minus 10 mole of oxygen ആറ്റം എടുത്തിരിക്കുന്നത്. സോ 16 എന്ന് കൊടുത്തു. ഇനി ഇവിടെ 10 raised to minus 10 mole of കോപ്പർ ആണ്. 10 raised to minus 10 into 63 ഗ്രാം. മാസിൻ്റെ ഓർഡറിലല്ലേ എഴുതാൻ പറഞ്ഞേ. അപ്പോൾ ഞാൻ ആദ്യത്തെ രണ്ടും എഴുതിയത് യൂലാണ്. 1 ആറ്റം അല്ലേ, അതിന് ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇറ്റ് ഈസ് 16 into 1.6 into 10 raised to അല്ലേ 1.67 into 10 raised to minus 24 ഗ്രാം. ഇയാളുടെ കേസിൽ 14 into 1.66 അല്ലെങ്കിൽ 67 into 10 raised to minus 24 ഗ്രാം. ഞാൻ യൂണിന് ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്തു. കൺവേർട്ട് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കൂ. ഇതിൽ ആർക്കാ ഹയസ്റ്റ് മാസ് ഉള്ളത് നോക്കൂ. ഇവിടെ 10 raised to minus 10 into 16 ഗ്രാം ആണ് ഇവിടെ. ഇത് 10 raised to minus 10 into 63 ഗ്രാം ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ കിട്ടിയ വാല്യൂസ് 16 into 10 raised to minus 24 ആണ്. അപ്പോൾ ഈ രണ്ട് കേസും പവർ -24 അപ്പോൾ അതാണ് ഏറ്റവും കുറവ് മാസ് ഉള്ളത്. ഏറ്റവും കുറവ് മാസ് അവരാണ് ഉള്ളത്. ഏറ്റവും ലീസ്റ്റ് ആർക്കാ? നൈട്രജൻ ആണ് ഏറ്റവും കുറവുള്ള മാസ്. അപ്പോൾ നൈട്രജൻ ആണ് ഏറ്റവും കുറഞ്ഞ മാസ്. തൊട്ടടുത്ത് ഓക്സിജൻ ആറ്റം. നെക്സ്റ്റ് ആരാ വന്ന്? ഇറ്റ് ഈസ് ഓപ്ഷൻ ഫസ്റ്റ് ആണല്ലോ വന്ന്. ഓക്കെ, nitrogen, then oxygen, then oxygen, then and finally copper. So it's 1 2 3 4 etc. അല്ലേ? 2 1 3 4 2 1 3 4 2 1 3 4. ഓക്കെ, അപ്പോൾ 2 1 3 4 ഓപ്ഷൻ എ is the answer. ഓക്കെ, ഇവിടെ ഞാൻ ചെറിയൊരു ഈ അറ്റോമിക് മാസ് യൂണിറ്റും അതുപോലെ തന്നെ ഗ്രാമും ഒരു കണക്ഷൻ ജസ്റ്റ് ഒന്ന് പറയാം, ശ്രദ്ധിക്കൂട്ടോ. ഇവിടെ 1 ആറ്റം ഓഫ് ഓക്സിജൻ എന്ന് പറഞ്ഞല്ലേ. 1 ആറ്റം ഓഫ് ഓക്സിജൻ മാസ് 16 U ആണ്. ഈ 16 എന്നത് എന്താണെന്നറിയോ? ഇറ്റ് ഇസ് റിലേറ്റീവ് ആറ്റോമിക് മാസാ. ഹൗ മെനി ടൈംസ് ദ ആറ്റം ഹെവിയർ ദാൻ ദ റെഫറൻസ് യൂണിറ്റ് എന്നാണ് 16 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഥവാ 1/12 ദ മാസ് ഓഫ് C12 ആറ്റം ഇല്ലേ, 1/12 ഓഫ് ദി മാസ് ഓഫ് C12 ആറ്റം ഇല്ലേ, ആ C12 ആറ്റം 1/12 16 ടൈംസ് ആരുണ്ട് ഈ ഓക്സിജൻ ആറ്റം വെയിറ്റ് വരുന്നുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ 16 U എന്ന് പറഞ്ഞ യൂണിഫൈഡ് മാസ് ആണ്, പെർ ആറ്റം ആണ്. ആൻഡ് അഗെയിൻ 1 U എന്ന് പറഞ്ഞാൽ എത്രയെന്നറിയോ? ഇറ്റ് ഈസ് 1/NA ഗ്രാം ആണ്. 1 U മീൻസ് 1/NA ഗ്രാം. ഓക്കെ, one U means 1/NA gram. ഓക്കെ, അതിൻ്റെ വാല്യൂ ആണ് 1.66 into 10 raised to minus 24 ഗ്രാം എന്ന് പറഞ്ഞാൽ. ഇത് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി പറ ഓക്സിജനാത്തിൻ്റെ മാസ് പറ. സോ 1 ഓക്സിജനാറ്റത്തിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 16 U അല്ലേ. 16 into 1/NA ഗ്രാം പെർ ആറ്റം എന്ന് പറയാം. 16 into 1/NA ഗ്രാം പെർ ആറ്റം. അങ്ങനെയാണെങ്കിൽ
NA ആറ്റംസ് ഓഫ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ എത്രയും വെയിറ്റ് ഉണ്ടാവുക? അവിടെ ഒരു ആറ്റത്തിൻ്റെ മാസ് 16 ഇൻറ്റു 1/NA ഗ്രാം അല്ലേ? ഫോർ NA ആറ്റംസ് ഇൻറ്റു NA ഗ്രാം പെർ NA ആറ്റംസ്. ശരിയല്ലേ? ഇതിൽ NA ക്യാൻസൽ ആയില്ലേ? ബാക്കി എന്താ വരിക? 16 gram per NA atom. The amount of NA atoms is called mole. ഇപ്പോൾ ഇവിടെ മാസ് ഓഫ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ 16U എന്നും പറയാം, 16 gram എന്നും പറയാം. 16U ആണെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് പെർ ആറ്റം ആണ്. 16 gram ആണെങ്കിലോ ഇറ്റ് ഈസ് പെർ മോൾ ആണ്. 16U per atom, 16 gram per mole. 16U per atom, 16 gram per mole. ഓക്കെ, അപ്പോൾ അറ്റോമിക് മാസ് നമ്മളിവിടെ ഏത് ഫോമിലേക്ക് മാറ്റി? ഇറ്റ് ഈസ് സിംപ്ലി റിട്ടൺ ഇൻ gram അല്ലേ? സോ വെൻ അറ്റോമിക് മാസ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ gram, ഹിയർ അറ്റോമിക് മാസ് എക്സ്പ്രസ്ഡ് ഇൻ gram, ഇറ്റ് ഈസ് കോൾഡ് gram atomic mass. When it is expressed in gram, it become mass of 1 mole, so called molar mass. എന്താ പേര്? മോളാർ മാസ്. മനസ്സിലായോ? അപ്പോൾ 16 gram എന്ന എന്താണ്? മോളാർ മാസ് ഓഫ് ഓക്സിജൻ ആറ്റമാണ്. ഇറ്റ് ഈസ് ഗ്രാം അറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ ആണ്. ശരിയല്ലേ? അപ്പോൾ ഓക്സിജൻ്റെ മാസ് 16 എന്ന് നമുക്ക് പറയാം. അപ്പോൾ എപ്പോഴാണ് യു, എവിടെയാണ് യു, എങ്ങനെയാണ് യു എന്നൊരു ഒരു ഡിഫറൻസസിന് എക്സ്പ്ലെയിൻ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. 1 atom of oxygen 16U per atom ആണ്, or to 16 gram per mole ആണ്. 16 gram per mole സിംപ്ലി ഇൻ ദ ഗ്രാം അറ്റോമിക് മാസ് ആണ്. പെർ മോൾ ആയതുകൊണ്ട് മോളാർ മാസ് ആണ്. അപ്പോൾ ഈ മോളാർ മാസ് ഓഫ് ആറ്റം മീൻസ് അത് ഗ്രാം അറ്റോമിക് മാസ് ആയിരിക്കും. ഇതേപോലെ മോളാർ മാസ് ഓഫ് മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ്സ് അഗൈൻ മോളാർ മാസ് ഓഫ് മോളിക്യൂൾ മീൻസ് ഇറ്റ് ഈസ് GMM ആയിരിക്കും. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 4. Which of the following contains the same number of molecules as 16 gram of oxygen? 16 gram ഓക്സിജനിൽ എത്ര ആറ്റംസ് ഉണ്ടോ? ഓ നമ്പർ ഓഫ് മോളിക്യൂൾസ്, സെയിം നമ്പർ ഓഫ് മോളിക്യൂൾസ് ആസ് 16 gram ഓഫ് എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 16 gram ഓഫ് ഓക്സിജൻ ഗ്യാസ് ആണ്. വി ഹാവ് 16 gram ഓക്സിജൻ. 16 gram ഓക്സിജൻ മീൻസ് 16/32. ഇറ്റ് ഈസ് എ ഹാഫ് മോൾ. ഇറ്റ് ഈസ് ഹാഫ് മോൾ ഓക്സിജൻ. എത്രയുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസ്? എത്രയുള്ള? ഹാഫ് മോൾ. അപ്പോൾ അത്രയും നമ്പർ ഉള്ള വേറെ ഒബ്ജക്റ്റ് ഇതിൽ ഏതാണ്, സബ്സ്റ്റൻസ് ഏതാണെന്ന് ചോദിച്ചത്. 16 gram ഓസോൺ അല്ലല്ലോ, എന്തായാലും അല്ല. കാരണം 16 gram ഡിവൈഡ് ബൈ ഓസോണിൻ്റെ മാസ് 48 ആണ്. ഇറ്റ് ഈസ് 1/3 ആണ്. 1/3 ആണ്. 1/3 മോളിൽ നമുക്ക് 1/2 മോളാണ് വേണ്ടത്. ശരിയല്ലേ? 16 gram SO2. SO2യുടെ മാസ് എന്ന് പറഞ്ഞാൽ 32 + 32 64 ആണ്. 16/64 is equal to 1/4 മോൾ ആണ് അല്ലേ? which of the following contain same number of molecules as എന്ന് ചോദിച്ചിരിക്കുന്നത്. Now 32 gram SO2. 32 gram SO2 means given by 32/SO2 64. Yes, it is 1/2 mole. 1/2 mole. 1/2 mole. ശരിയല്ലേ? രണ്ടും 1/2 മോൾ അല്ലേ? സോ ഓപ്ഷൻ സി ഈസ് ദി ആൻസർ. അവിടെയാണ് എന്ത്? ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആസ് ദാറ്റ് പ്രസൻറ്റ് ഇൻ ദ കേസ് ഓഫ് 16 gram ഓഫ് ഓക്സിജൻ വന്നിരിക്കുന്നത്. ഓക്കെ അല്ലേ? സോ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ 5. ദ സിംപ്ലസ്റ്റ് ഫോർമുല ഓഫ് എ കോമ്പൗണ്ട് കണ്ടെയ്നിങ് 50% ഓഫ് എലമെന്റ് എക്സ് ആൻഡ് 50% ഓഫ് എലമെന്റ് വൈ വിത്ത് അറ്റോമിക് മാസസ് ഗിവൺ 10 and 20. അപ്പോൾ ഇതൊരു ട്രാപ്പിംഗ് ക്വസ്റ്റ്യൻ ആണ്. ഇതെന്നറിയോ? ഒരു സിംപ്ലസ്റ്റ് ഫോർമുല ഓഫ് എ കോമ്പൗണ്ട് കണ്ടെയ്നിങ് 50% ഓഫ് എലമെന്റ് 1ഉം 50% എലമെന്റ് വൈ അല്ലേ? 50-50 അല്ലേ? ഓപ്ഷൻ എ അല്ലേ ആൻസർ? ഇവിടെ എന്ന് പറഞ്ഞൂടെ? ഉണ്ടോ? എക്സ് വൈയിൽ 50-50 ആണ്. 1:1 അല്ലേ? ഇതേ 50-50. പാതി എക്സും പാതി വൈയും അല്ലേ? ഇവിടെ നമ്മൾ ഈ 50% ബൈ എന്താണ് എടുക്കണേ? നമ്പറിനാണ് എടുക്കണത് അതോ മാസിനാണ് എടുക്കുന്നത്? 50% ബൈ മാസ് ആണെങ്കിൽ എന്താണ്? ബൈ നമ്പർ ആണെങ്കിൽ എന്താണ്? ഇഫ് യു ആർ ടേക്കിംഗ് 50% ബൈ നമ്പർ ദെൻ ദി ആൻസർ ഈസ് XY. 50% ബൈ മാസ് ആണോ നമ്പർ ആണോ ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടില്ല. മാസ് ആയിരുന്നെങ്കിലോ? അപ്പം ഞാൻ രണ്ട് ഫോമും ചെയ്യാം. 50% ബൈ നമ്പർ ആണെങ്കിൽ ദ ഫോർമുല ഈസ് XY. 1:1 ആയിരിക്കും. 50-50. എന്നാൽ 50%
ബൈ വെയിറ്റ് ആണെങ്കിലോ ബൈ മാസ് ആണെങ്കിലോ 50% ബൈ വെയിറ്റ് ആണെങ്കിലോ അപ്പോൾ രണ്ട് എലമെൻ്റ് ഉണ്ട് എക്സ് ആൻഡ് വൈ രണ്ടും 50-50 ആണ് മാസ് ഈക്വൽ ആണ് സോ ഇതും 1 ഗ്രാം ഇതും 1 ഗ്രാം അതാണ് 50-50 എന്ന് ഒന്ന് രണ്ട് ഈക്വൽ മാസ്സാണ് ഉള്ളത് പക്ഷെ അറ്റോമിക് മാസ് 10 ആൻഡ് 20 അല്ലേ സോ 1/10 ഈസ് ടു 1/20 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 2 ഈസ് ടു 1 സോ ദ ഫോർമുല ഈസ് x2y സോ ബൈ മാസ് ആണെങ്കിൽ ഫോർമുല x2y ആണ് 50% ബൈ നമ്പർ ആണെങ്കിലോ ഇറ്റ് ഈസ് xy ആണ് അപ്പോൾ നമ്മൾ x2y എടുക്കുമോ xy എടുക്കുമോ ഇവിടെ സ്പെസിഫിക്കലി പെർസെൻറ്റേജ് ഏതിലാണെന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ എന്ത് ചെയ്യും പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടില്ല നമുക്ക് ന്യായീകരിക്കാം രണ്ടും ആവാലോ എന്ന് പിന്നെ നമുക്ക് എന്താണ് നമ്മുടെ NCERT സാധാരണ പെർസെൻറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് ആ പെർസെൻറ്റേജ് കോമ്പോസിനൊക്കെ പറയുന്ന മാസിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് തൽക്കാലം മാസ് എന്ന് എടുക്കാമെന്നേ ഉള്ളൂ രണ്ട് ആൻസർ ആവാനും ഈക്വൽ പോസിബിലിറ്റി ഉണ്ട് പക്ഷേ കൂടുതലായിട്ടും ഈ ഒരു പെർസെൻറ്റ് വരാറുള്ളത് ഇത്തരം ക്വസ്റ്റ്യൻസിൽ എന്താണ് മാസിനായതുകൊണ്ട് നമ്മൾ അങ്ങനെ കൺസിഡർ ചെയ്യുന്നേ എന്നുള്ളൂ മോർ ദാൻ വൺ കറക്റ്റ് ആൻസർ ടൈപ്പ് ആണെങ്കിൽ യു ക്യാൻ സെലക്ട് രണ്ട് ഓപ്ഷൻസ് അല്ലേ സെലക്ട് ഓപ്ഷൻ എ ആൻഡ് ഓപ്ഷൻ ബി വൈ ഇറ്റ് മേ ബി ഡ്യൂ ടു ബൈ നമ്പർ ആവാം ഓർ ബൈ മാസും ആവാം രണ്ടായാലും എന്താ ആൻസർ ഡിഫറെൻ്റ് ആണ് എന്നുള്ളതാണ് പിന്നെ നമ്മൾക്ക് തെറ്റാൻ ചാൻസ് കുറവാണ് കാരണം 50% ഓഫ് എലമെൻറ്റ് എക്സ് എന്നിട്ട് ബ്രാക്കറ്റിൽ അറ്റോമിക് മാസ് 10 എന്ന് വായിക്കും പിന്നെ 50% എലമെൻറ്റ് വൈ എന്നിട്ട് ബ്രാക്കറ്റിൽ എന്ന് വായിക്കും അറ്റോമിക് മാസ് 20 അപ്പോൾ നമ്മളിത് കൂടെ തന്നെ അറ്റോമിക് മാസ് വായിക്കുന്നുണ്ട് നമ്മൾ മെമ്മറി അല്ലെങ്കിൽ ബ്രെയിൻ എങ്ങനെ കോഡ് ചെയ്യുന്നറിയോ പെർസെൻറ്റ് ബൈ മാസ് എന്നൊരു സെൻസിൽ നമുക്ക് കൺവേ ചെയ്യുന്ന ആക്ച്വലി അവിടെ കാരണം നമ്മൾ പെർസെൻറ്റ് വായിച്ചിട്ട് ഉടനെ തന്നെ എന്ത് വായിക്കുകയാണ് അറ്റോമിക് മാസിലെ മാസ് എന്നുള്ള വായിക്കുകയാണ് ഒരു ഗൂഗിൾ സെർച്ച് എഞ്ചിൻ പോലെ നമ്മൾ മെമ്മറി എന്ത് ചെയ്യും ആ പെർസെൻ്റ് ഉണ്ട് മാസ് പെർസെൻ്റ് ആക്കി നമ്മൾ അതിനോട് വ്യാഖ്യാനിക്കും നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും അറിഞ്ഞോ അറിയാണ്ട് എന്ത് ചെയ്യും അത് മാസ് പെർസെൻ്റ് ആയിട്ട് നമ്മൾ ഓട്ടോമാറ്റിക് എടുത്തിട്ടാണ് ചെയ്യുക ഇത് ആരും എന്ത് ചെയ്യാറില്ല നോർമലി തെറ്റിക്കാറില്ല മാസ് പെർസെൻറ്റേജ് സെലക്ട് ചെയ്യുന്നത് കൊണ്ട് എന്നാലും ട്രാപ്പ് വരാൻ സാധ്യത ഉണ്ട് പെർസെൻറ്റ് ബൈ എലമെൻ്റ് ആണോ ബൈ നമ്പർ ആണൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ സ്പെസിഫിക്കലി ഇതും പറഞ്ഞില്ല അതുകൊണ്ട് മാസ് സെലക്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ ശരിയല്ലേ ക്വസ്റ്റ്യൻ നമ്പർ 6 ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണം കേട്ടോ ഞാൻ പറഞ്ഞതിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിലോ ഡൗട്ട് ഉണ്ടെങ്കിലോ എന്ന് പറയണം കേട്ടോ കമൻറ്റ് ചെയ്തിട്ട് മതി താഴെ എഴുതിയാൽ മതി എനിക്ക് മനസ്സിലാവും ഓക്കെ ക്വസ്റ്റ്യൻ നമ്പർ 6 ദ റിയാക്ഷൻ 4 ammonia plus 5 O2 gives 4 NO and 6 H2O when 1 mole of ammonia and 1 mole of oxygen are made to react to complete then 1 mole of ammonia and 1 mole of oxygen are made to react completely അല്ലേ ഇവിടെ നോക്കൂ 4 ammonia require 5 mole O2 ശരിയല്ലേ 4 ന് 5 അപ്പോൾ ഒന്നിന് എത്രയായിരിക്കും ഒരു മോളിന് എത്രയായിരിക്കും 5/4 അല്ലേ എന്ന് പറഞ്ഞാലേ 1.25 മോൾ അല്ലേ തിരിച്ച് 5 4 അല്ലേ അപ്പോൾ ഒരു മോൾ ഓക്സിജൻ എത്ര വേണ്ടി വരിക ഇങ്ങോട്ട് അപ്പോൾ എത്ര വരിക 4/5 എന്ന് പറഞ്ഞാൽ 0.8 മോളായിരിക്കും അപ്പോൾ ഇവിടെ ലിമിറ്റിംഗ് റിയേജന്റ് ആരാണ് ഒന്ന് നോക്കൂ വെൻ 1 മോൾ ഓഫ് അമോണിയ ആൻഡ് 1 മോൾ ഓഫ് ഓക്സിജൻ ആർ ടേക്കൺ എന്നുള്ളതാണ് 1:1 എടുത്തിരിക്കുന്നത് നമ്മൾ ഒരു മോള് അമോണിക്ക് എന്ത് വേണം 1.25 മോൾ ഓക്സിജൻ വേണ്ടേ 1 മോൾ അമോണിയ റിക്വയർ 1.25 മോൾ ഓഫ് ഓക്സിജൻ ഇവിടെ നമ്മൾ എത്ര എടുക്കുന്നുള്ളൂ 1 മോളെ ഓക്സിജൻ എടുക്കുന്നേ ഉള്ളൂ അതുകൊണ്ട് ഓക്സിജൻ ഈസ് ലിമിറ്റിംഗ് റിയേജന്റ് ആണ് കാരണം അക്കോർഡിംഗ് ടു ബാലൻസ്ഡ് ഇക്വേഷൻ 1 മോൾ അമോണിയ റിക്വയർ 1.25 മോൾ ഓഫ് ഓക്സിജൻ 1 മോൾ അമോണിയ റിക്വയർ 1.25 മോൾ ഓഫ് ഓക്സിജൻ but I have only 1 mole oxygen and 1 mole ammonia 1 mole ammonia 1 mole oxygen ശരിയല്ലേ അപ്പോൾ ഓക്സിജൻ ഇസ് ലിമിറ്റിംഗ് റിയേജന്റ് ആണ് സോ വിത്ത് 1 mole of oxygen only 0.8 mole ammonia will react ammonia excess 0.2 mole remains unreacted അപ്പോൾ അവിടെ 1 mole H2O ഫോം ചെയ്യുമോ എന്നുള്ളതാണ് for this relation 1/4 number of moles of ammonia is equal to 1/5 number of moles of H2O is equal to 1/4 number of moles of NO is equal to 1/6 number of moles of H2O. ഇനി പറയൂ ഇവിടെ ആരാ ലിമിറ്റിംഗ് റിയേജന്റ് ആരാ ലിമിറ്റിംഗ് റിയേജന്റ് ഈസ് ഓക്സിജൻ അത് എത്രയുള്ളേ ഇറ്റ് ഇസ് ഓൺലി 1 മോൾ അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓക്സിജൻ എത്രയാ ഇത് ഓക്സിജൻ ആണ് അല്ലേ ഇറ്റ് ഇസ് ഓക്സിജൻ ആണ് എത്രയാ ഇറ്റ് ഈസ് 1 മോൾ ആണ് നമുക്ക് ആരെ കണ്ടുപിടിക്കണ്ടേ
അപ്പോൾ ഇവിടെ 1 മോൾ H2O വന്നു കഴിഞ്ഞാൽ H2O 1 മോൾ ആണെങ്കിൽ H2O അല്ല അല്ലേ 1 മോൾ ഓക്സിജൻ ആണ് എടുക്കുന്നതെങ്കിൽ അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓക്സിജൻ എത്രയാ? ഇറ്റ് ഈസ് 1 മോൾ എടുക്കാനാണ് പറഞ്ഞത്, വാല്യൂ 1 ആണ്. അപ്പോൾ ഇറ്റ് ഈസ് 1/5 അല്ലേ, 1/5. ഇനി നോക്കൂ, ഇയാളുടെ വാല്യൂ 1 ആണെങ്കിൽ 1/5 എന്നാണ് ഇവിടെ റിലേഷൻ വരിക. നമുക്ക് വേണ്ടത് ഒന്ന് വാട്ടർ എത്ര ഉണ്ടാവും എന്നുള്ളതാണ്. സോ 1/6 എ നമ്പർ ഓഫ് മോൾസ് ഓഫ് H2O. അപ്പോൾ 6 ഇങ്ങോട്ട് കൊടുക്കേണ്ടി വരും. 6/5 ആവും. 6/5 എന്ന് പറഞ്ഞാൽ 60/5 എത്രയാ? 12 ആണ്. അപ്പോൾ 1.2 മോളാണ് എന്തുണ്ടാവുക? വാട്ടർ ഉണ്ടാവുക. സോ 1 മോൾ ഓക്സിജൻ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 മോൾ ഓക്സിജൻ റിയാക്ട് ചെയ്താൽ 1.2 മോൾ ആരുണ്ടാവും? വാട്ടർ ഉണ്ടാവണ്ടേ? റിലേഷൻ നോക്ക്, 1/5 നമ്പർ ഓഫ് മോൾസ് ഓഫ് O2 is 1/6 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 6 ഇങ്ങോട്ട് കൊടുത്താൽ അല്ലെങ്കിൽ 5 ഇങ്ങോട്ട് കൊടുത്ത് നമുക്ക് കണക്ട് ചെയ്യാലോ. അപ്പോൾ എങ്ങനെ വരിക അത്? സോ 1/5 നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓക്സിജൻ ഇൻറ്റു 1 is equal to 1/6 നമ്പർ ഓഫ് മോൾസ് ഓഫ് H2O. അപ്പോൾ 6 ഇങ്ങോട്ട് കൊടുത്താൽ 6/5. സോ നമ്പർ ഓഫ് മോൾസ് ഓഫ് H2O ഫോം is 1.2 മോൾ. ഇവിടെ ഇത് തെറ്റല്ലേ? തെറ്റാണ്. 1 അല്ല, 1.2 ആണ്. ആൾ ഓക്സിജൻ ഈസ് കൺസ്യൂംഡ്, ശരിയല്ലേ? ഓക്സിജൻ ഇസ് ലിമിറ്റഡ് റിയേജന്റ്, ആൾ ഓക്സിജൻ കൺസ്യൂംഡ് ആണ്. 1 മോൾ NO ഈസ് കൺസ്യൂംഡ്. 1 മോൾ NO കൺസ്യൂംഡ് അല്ല, NO ഈസ് പ്രൊഡക്റ്റ് ആണ്. അത് 1 മോൾ അല്ല, ഫോം ചെയ്യ 1 മോൾ ആണോ? അല്ല, ഓൺലി 0.8 മോളെ റിയാക്ട് ചെയ്യത്തുള്ളൂ അല്ലേ? ഓക്കെ, 0.8 മോൾ. കാരണം 1/5 ഇൻറ്റു 1 is equal to 1/4 ഇൻറ്റു NO ആണ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് NO ആണ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് NO 4/5 വരും അല്ലേ? സോ നമ്പർ ഓഫ് മോൾസ് ഓഫ് NO is equal to 4/5 എന്ന് പറഞ്ഞാൽ ഇറ്റ് 0.8 ആണ് വരിക. അപ്പോൾ അതും തെറ്റാണ്. ആൾ അമോണിയ കൺസ്യൂംഡ് തെറ്റാണ്. അമോണിയ എക്സസ് ആണ്, നോട്ട് കൺസ്യൂംഡ്. ഓപ്ഷൻ ബി മാത്രമാണ് കറക്റ്റ് വരിക. ഇവിടെ റിലേഷൻ വൃത്തിയിൽ ഉണ്ടാക്കിയാൽ മതി. റിലേഷൻ ഉണ്ടാക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? നമ്പർ ഓഫ് മോൾസിനെ ഇക്വേറ്റ് ചെയ്യുക. മനസ്സിലായോ? ഇനി ക്വസ്റ്റ്യൻ നമ്പർ 7. Seventh question. Consider the following statement. Mixture may contain components in any ratio and their composition is variable. ഒരു മിക്സർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോമ്പോണൻസ് നമുക്ക് എങ്ങനെ മിക്സ് ചെയ്യാം? ഏത് പ്രൊപ്പോർഷനിൽ മിക്സ് ചെയ്യാം? ഷുഗർ സൊല്യൂഷൻ അല്ലേ? ഈ ഷുഗർ സൊല്യൂഷൻ നമുക്ക് ഏത് കോമ്പോസിഷൻ നമുക്ക് എന്ത് ചെയ്യാം? മിക്സ് ചെയ്യാവുന്നതാണല്ലേ? മേ കണ്ടെയ്ൻ കോമ്പോണൻസ് ഇൻ എനി റേഷ്യോ. കോമ്പോസിഷൻ ഇസ് നോട്ട് കോൺസ്റ്റന്റ്, ഇറ്റ് ഇസ് വേരിയബിൾ ആണ്. സോ ഇറ്റ് ഇസ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. Now pure substances have fixed composition, ശരിയല്ലേ? contain only one type particles ആണ്. ഇപ്പോൾ പ്യുവർ വാട്ടർ അല്ലേ? പ്യുവർ വാട്ടർ പ്യുവർ സബ്സ്റ്റൻസ് ആണോ? യെസ്, ഇറ്റ് ഈസ് പ്യുവർ സബ്സ്റ്റൻസ്. വൈ? സിൻസ് ഇറ്റ് കണ്ടെയ്നിങ് ഓൺലി H2O മോളിക്യൂൾസ് അല്ലേ? H2O മോളിക്യൂൾസ് മാത്രം, 100% H2O മോളിക്യൂൾസ് മാത്രമുള്ളൊരു സാമ്പിളാണെന്ത്? ഇറ്റ് ഈസ് പ്യുവർ വാട്ടർ എന്ന് പറഞ്ഞാൽ അതിൽ വേറെ ഒന്നുമില്ല. മിനറൽസ് ഇല്ല, ബാക്ടീരിയ ഇല്ല, വൈറസ് ഒന്നുമില്ല. ഇറ്റ് ഈസ് പ്യുവർ വാട്ടർ, pure substance അല്ലേ? have fixed composition. The constituents of pure substance cannot be separated by simple physical method, ശരിയല്ലേ? Since they are chemically combined ആണ്, so physically not separatable. ഇനി fourth one, copper, glucose, silver, gold, water are examples of pure substance, ശരിയല്ലേ? കോപ്പർ, മെറ്റാലിക് കോപ്പർ, ഗോൾഡ്, സിൽവർ, പിന്നെ ഗ്ലൂക്കോസ്, വാട്ടർ. ഇതിലാകെ ഗ്ലൂക്കോസ് കൺഫ്യൂഷൻ ഉണ്ടാക്കുക ഇല്ലല്ലോ. ഗ്ലൂക്കോസ് ഈസ് മെയ്ഡ് ഫ്രം C6H12O6 മോളിക്യൂള്. അപ്പോൾ ഗ്ലൂക്കോസ് നമ്മൾ എടുത്താൽ അതിനകത്ത് എന്തുണ്ടാവുക? കുറേ മോളിക്യൂൾസ് ഉണ്ടാവും. ഏത് മോളിക്യൂളാണ്? C6H12O6 എന്ന മോളിക്യൂൾസ് ഉണ്ടാവും. സോ കുറേ മോളിക്യൂൾസ് ഓഫ് ഗ്ലൂക്കോസ് ഉണ്ടായിരിക്കും. വാട്ടർ എടുത്താലോ കുറേ വാട്ടർ മോളിക്യൂൾസ് ഉണ്ട്, വേറെ ഒന്നും ഉണ്ടാവില്ല, ശരിയല്ലേ? Now glucose contains carbon, hydrogen and oxygen, ശരിയല്ലേ? Here all are correct. Formula of glucose is C6H12O6. This is the formula of glucose. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ഏതാണ്? All of these are correct answers. Question number 18. Helium gas at 1 atm pressure and SO2 at 2 atm pressure, temperature being same, are released separately at same moment into 1 meter long evacuated tube of equal diameter. If helium reaches the other end tube in T second, what is the distance of SO2
would travel in a same time of interval of the tube. അപ്പോൾ ഇവിടെ ഹീലിയം ഗ്യാസ് ഉണ്ട്, SO2 ഗ്യാസ് ഉണ്ട്. ഹീലിയം ഗ്യാസ് അറ്റ് 180 പ്രഷറാണ്, SO2 280 പ്രഷറാണ്. 1 മീറ്റർ ലോങ് ആയ ലെങ്തി ആയ ഒരു സിലിണ്ടറിലേക്ക് ട്യൂബിലേക്ക് എന്ത് ചെയ്യുന്നു, റിലീസ് ചെയ്യുന്നു. അപ്പോൾ ഹീലിയം അതിൻ്റെ ഒരു എൻഡ് 1 മീറ്റർ ലെങ്ത് ട്രാവൽ ചെയ്യാനെടുക്കുന്ന ടൈം എത്രയാണ്? T സെക്കൻഡാണ്. 1 മീറ്റർ ആണ് ട്രാവൽ ചെയ്തത് ഹീലിയം. എടുത്ത സമയം എത്രയാണ്? ഇറ്റ് ഈസ് T സെക്കൻഡ് കൊണ്ടാണ് ഹീലിയം ഗ്യാസ് 1 മീറ്റർ ലെങ്ത് പാസ് ചെയ്തത്. അങ്ങനെയെങ്കിൽ വാട്ട് വുഡ് SO2 ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എത്ര മീറ്റർ ആണെന്ന് കണ്ടുപിടിക്കണം. എത്ര? സെയിം സെക്കൻഡ് തന്നെ. ഇപ്പോൾ റേറ്റ് ആണ്, റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ആണ്. റേറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പറയാം അല്ലെ, റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ, റേറ്റ് ഓഫ് ദ റിയാക്ഷൻ, റേറ്റ് ഓഫ് ദ diffusion, rate of diffusion is directly proportional to pressure and inversely proportional to square root of molar mass. Inversely proportional to square root of molar mass. അപ്പോൾ rate of helium divided by rate of SO2 ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, once again rate is proportional to pressure and inversely proportional to square root of molar mass. അപ്പോൾ റേറ്റ് ഓഫ് ഹീലിയം ഗ്യാസ് ഡിവൈഡ് ബൈ റേറ്റ് ഓഫ് SO2 ഗ്യാസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പാർഷ്യൽ പ്രഷർ ഓഫ് ഹീലിയം ഗ്യാസ് ഡിവൈഡ് ബൈ പാർഷ്യൽ പ്രഷർ ഓഫ് SO2 ഇൻറ്റു 1 ബൈ മോളാർ മാസ് അല്ലേ. അപ്പം കൊറ്റടി കൊടുക്കാം, മോളാർ മാസ് ഓഫ് SO2 ഡിവൈഡ് ബൈ മോളാർ മാസ് ഓഫ് ഹീലിയം. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. സോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ചെയ്യാം. ഇവിടെ നോക്കൂ, ഒരു കാര്യമുണ്ട്, ഡിസ്റ്റൻസ് റേറ്റിന് നമ്മളിവിടെ പറയുന്ന ഡിസ്റ്റൻസ് ബൈ ടൈം ആട്ടോ. ഡിസ്റ്റൻസ് ബൈ ടൈം. വാട്ട് ഇസ് റേറ്റ്? ചേഞ്ച് ബൈ ടൈമാണ്. ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈമാണ് റേറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ റേറ്റിനെ ഞാൻ ഡിഫൈൻ ചെയ്യുകയാണ്. ഇറ്റ് ഇസ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം തന്നെ എടുക്കേണ്ടത്. ഇവിടെ ടൈം രണ്ട് ഈക്വൽ ആയതുകൊണ്ട് ടി ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ഹീലിയം ബൈ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ SO2. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ഹീലിയം എത്രയാ? ഇറ്റ് ഈസ് 1 മീറ്റർ ലോങ് ആണല്ലോ. ആൻഡ് ദാറ്റ് ഓഫ് SO2 അറിയില്ല, അൺനോൺ ആണ്. അപ്പോൾ ഇറ്റ് ഈസ് 1 ബൈ എക്സ്. എക്സ് എന്താ? ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ SO2 ഗ്യാസ് ആണ്. പാർഷ്യൽ പ്രഷർ ഓഫ് ഹീലിയം ഇറ്റ് ഈസ് 1 ആണ്. ആൻഡ് ദാറ്റ് ഓഫ് സൾഫർ ഡയോക്സൈഡ് ഇറ്റ് ഈസ് 2 ആണ്. ഇൻ 2 molar mass of SO2 it is 64 and that of helium it is 4. 64 by 4 it is 16. 16 root എത്രയാ? 16 root എത്രയാ? 16 root എത്ര വരും? It is 4 അല്ലേ. അപ്പോൾ 1 by 2 into 4. അപ്പോൾ അവസാനം എത്ര 2 എന്ന് വരും? 1 by 2 into 4 it is 2. From this what is x? It is 1 by 2. 0.5 മീറ്റർ എന്ന് പറഞ്ഞാൽ 50 സെൻറ്റിമീറ്റർ. ശരിയല്ലേ? അര മീറ്റർ എന്ന് പറഞ്ഞാലേ 50 സെൻറ്റിമീറ്റർ. ഓപ്ഷൻ ബി ഈസ് ദി ആൻസർ. ഇവിടെ റേറ്റ് ഓഫ് ഡിഫ്യൂഷനെ ഡിസ്റ്റൻസ് ബൈ ടൈമിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തു. റേറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് മോളാർ മാസ് എന്ന റിലേഷനും പഠിച്ചു കഴിഞ്ഞു. ശരിയല്ലേ? അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 9. 2 flasks of A and B of equal volumes maintained at temperatures 300 and 600 Kelvin contain equal mass of hydrogen and methane gas respectively. The ratio of total translational kinetic energy of gas in flask A to that of flask B. അപ്പോൾ ഫ്ലാസ്ക് എക്കകത്ത് ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ട്, ബിക്കകത്ത് മീഥേൻ ഗ്യാസ് ഉണ്ട്. ടെമ്പറേച്ചർ രണ്ടും ഡിഫറെൻ്റ് ആണ്. നമുക്കറിയാം ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ എന്താണ്? കൈനറ്റിക് എനർജിയും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആബ്സല്യൂട്ട് കൈനറ്റിക് എനർജി ആവറേജ് കൈനറ്റിക് എനർജി റിമെയിൻസ് കോൺസ്റ്റൻ്റ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പറയാറില്ലേ. ആൻഡ് വി നോ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു 3/2 ഇൻറ്റു NRT. ഏറ്റവും സിംപ്ലസ്റ്റ് അല്ലേ, 3/2 NRT. ഇവിടെ കൈനറ്റിക് എനർജി ഓഫ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? 3/2 ഇൻറ്റു നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കിട്ടിയ? ഇവിടെ ഈക്വൽ മാസസ് എന്നല്ലേ പറഞ്ഞേ.
നമുക്ക് 1 gram എന്നെടുക്കാം. സോ ഇറ്റ് ഈസ് 1/2 ഇൻറ്റു ആർ എത്രയാ? ഇറ്റ് ഈസ് ആർ അവിടെ നിൽക്കട്ടെ. ടി എത്ര ടെമ്പറേച്ചർ? 300 ആണ്. 300 ആണ് കൈനറ്റിക് എനർജി ഓഫ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ. ആൻഡ് കൈനറ്റിക് എനർജി ഓഫ് പിന്നെ ആരാ ഉള്ളത്? ഹൈഡ്രജൻ മീഥെയിൻ അല്ലേ? മീഥെയിൻ ഇസ് ഈക്വൽ ടു 3/2 ഇൻറ്റു എണ്ണ എത്രയാ? 1 gram ആണെങ്കിൽ 1/16 ഇൻറ്റു ആർ ഇൻറ്റു 600. എന്ത് കണ്ടുപിടിക്കണ്ടേ? റേഷ്യോ ഓഫ് ടോട്ടൽ ട്രാൻസിഷൻ കൈനറ്റിക് എനർജി ഓഫ് ഗ്യാസ് ഇൻ ഫ്ലാസ്ക് എ ആൻഡ് ബി ആണ്. എയിൽ ആരാളുള്ളത്? ഇറ്റ് ഈസ് ഹൈഡ്രജൻ. ബിയിൽ ആരാളുള്ളത്? മീഥെയിൻ. അപ്പോൾ കൈനറ്റിക് എനർജി ഓഫ് ഹൈഡ്രജൻ ഡിവൈഡഡ് ബൈ കൈനറ്റിക് എനർജി ഓഫ് മീഥെയിൻ ഇസ് ഈക്വൽ ടു റേഷ്യോ 3/2 ക്യാൻസലായി. 1/2 ബൈ 1/16 ഇറ്റ് ഈസ് 1/8. ആറും ക്യാൻസലായി അല്ലേ? അല്ല, 1/2 ബൈ 1/16 അല്ലേ? ഇറ്റ് ഈസ് 16/2. ഇറ്റ് ഈസ് 8 ഇൻറ്റു ആറും ക്യാൻസൽഡ് ആയി. 300/600 3/6 ഇറ്റ് ഈസ് 2. ഇറ്റ് ഈസ് ഈക്വൽ ടു 4. സോ ദ റേഷ്യോ ഈസ് ഈക്വൽ ടു 4. ഓപ്ഷൻ സി ഈസ് ദി ആൻസർ. അപ്പോൾ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു 3/2 NRT എന്ന ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്തു? 2 ഗ്യാസിന് സെപ്പറേറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. രണ്ടാളുടെയും വാല്യൂ 2 ഗ്യാസിന് നമ്മൾ സെപ്പറേറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്ത് വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 10. The RMS velocity, root mean square speed at STP for the gases H2, N2, O2 and HBr are in the order. RMS വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. STPയിൽ URMSൻ്റെ ഇക്വേഷൻ അറിയില്ല. URMS ഇസ് ഈക്വൽ ടു എന്താ വരിക? ഇറ്റ് ഈസ് URMS അല്ലേ? 3RT/m. ഓക്കെ, അറ്റ് ഗിവൺ കണ്ടീഷൻസ് STP അല്ലേ? ആറും ടിയും കോൺസ്റ്റൻ്റ് ആയില്ലേ? ദെൻ 3യും കോൺസ്റ്റൻ്റ് അല്ലേ? നമുക്ക് എന്താ പറയാം? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് മോളാർ മാസ് എന്ന് കൊടുക്കാം. ഇനി ഹൈഡ്രജൻ്റെ മോളാർ മാസ് എത്രയാ? ഇറ്റ് ഈസ് 2 gram ആണ്. നൈട്രജൻ എത്രയാ? 28 gram ആണ്. ഓക്സിജൻ എത്രയാ? 32 gram ആണ്. HBr ബ്രോമിൻ്റെ വെയിറ്റ് 80 അറൗണ്ട് ഉണ്ടാവില്ലേ? അപ്പോൾ 81 അറൗണ്ട് ഒക്കെ ഉണ്ടല്ലേ? വലിയ മാസമാണ് 81 അറൗണ്ട്. ഓക്കെ, അതിൽ ഹയസ്റ്റ് ലാർജ് മാസ് ആയിരിക്കും. മാസ് കൂടിക്കഴിഞ്ഞാൽ RMS വെലോസിറ്റി കുറയും. മാസ് കൂടിയാൽ RMS വെലോസിറ്റി കുറയും. അങ്ങനെ വന്നാലേ മാസിന് ഇൻവേഴ്സ് അല്ലേ? മാസ് കൂടിയാൾ HBr അല്ലേ? പിന്നെ ആരാ? ഓക്സിജൻ അല്ലേ? പിന്നെ ഹൈഡ്രജൻ. ഓപ്ഷൻ ബി ആണ് ആൻസർ. മാസിൻ്റെ ഡിക്രീസിങ് ഓർഡർ ആണ് സ്പീഡിൻ്റെ ഇൻക്രീസിങ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, Question number 11. 11th question. For a gas, TC is equal to 40, hence TI is. TC തന്നിട്ടുണ്ട്. ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഗിവൺ ആണ്, ബട്ട് ഇൻവേർഷൻ ടെമ്പറേച്ചർ തന്നിട്ടില്ല. അത് കണ്ടുപിടിക്കാണ്. We know what is TC? 8A/27 RB. 8A/27 RB. ഈ A/RB ഇല്ലേ? അതിന് വേറെ പേരുണ്ട്. ഇറ്റ് ഈസ് അതർവൈസ് കോൾഡ് TB, ബോയിൽ പോയിന്റ്. ഈ ബോയിൽ പോയിന്റ് മറ്റൊരു രീതി കണക്ട് ചെയ്യാറുണ്ട്. 8/27 ഇൻറ്റു ഹാഫ് ഇൻറ്റു TI. So from this what is TI is equal to TC into 27 into 2 divided by 8. Okay, TC എത്രയാണ്? TC it is given 40 ആണ്. ദെൻ ഇത് കട്ട് ചെയ്താൽ ഇറ്റ് ഈസ് താഴെ 4 വരും. അപ്പോൾ 40 ഇൻറ്റു 27/4. 40/4 ഇറ്റ് ഈസ് 10. സോ ഇറ്റ് ഈസ് 270. എത്ര വാല്യൂ വരിക? 270. ഓപ്ഷൻ ബി 270 Kelvin ഈസ് ദി ആൻസർ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്പർ 12 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 12. PC, VC and TC are critical constants, then the value of R will be. PC യും TC യും VC യും ക്രിട്ടിക്കൽ കോൺസ്റ്റൻസ് ആണ്.
അവിടെ ആറിൻ്റെ വാല്യൂ ഇൻ ടേംസ് ഓഫ് പി സി വി സി ആൻഡ് ടി സി ആണ് പറയേണ്ടത്. നമ്മൾ പഠിച്ചിട്ടുണ്ടോ? വി സി ഇസ് ഈക്വൽ ടു 3b ടി സി 8a/27 ബി സ്ക്വയർ അല്ലേ? 8a/27 RB അല്ലേ? 27 RB. And what is PC? It is a/27 B square. a/27 B square. ഇപ്പോൾ ഇവിടെ 3 റിലേഷൻ നമുക്കറിയാം. പക്ഷെ നമുക്ക് വേണ്ട എന്താണ്? 6 ഇൻ ടേംസ് പി സി വി സി ആൻഡ് ടി സി ആണ് വേണ്ടത്. അപ്പോൾ നമുക്കതിങ്ങനെ ചെയ്യാൻ വേണമെങ്കിൽ പി സി എന്ന് പറഞ്ഞാൽ a/27 B square ആണല്ലോ. ഇവിടെ പി സി എന്ന് പറഞ്ഞാൽ എന്താണ്? a/27 B square ആണല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു ഫോർമാറ്റ് നമുക്ക് എന്താ പറയാം? വാട്ട് ഈസ് a/27 B? അപ്പോൾ ടി സി ബൈ 8ഉം 6ഉം അങ്ങോട്ട് പോകില്ലേ? അപ്പോൾ എയും 27ഉം ബി ഇവിടെ വെച്ചാൽ മതി. ബാക്കി 8/6 അല്ലേ? അപ്പോൾ 6 ഇൻറ്റു ടി സി ബൈ 8 എന്ന് വരും. 6 ഇൻറ്റു ടി സി ബൈ 8 എന്ന് വരും. അപ്പോൾ 8 RTC/8 ആണ് വരിക അല്ലേ? അപ്പോൾ ഈ a/27 B സ്ക്വയർ അല്ലേ? 27 ഇൻറ്റു ബി എന്ന് എഴുതിയാൽ മതി. ഓക്കെ. അപ്പോൾ ഈ പാട്ടിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ഇറ്റ് ഈസ് 6 ഇൻറ്റു TC/8 ഇൻറ്റു ബി ആണ് ഇവിടെ. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യുന്ന അറിയോ? അവിടെ ഞാൻ താഴെ മുകളിൽ ഓരോ ബി ഇട്ട് കൊടുക്കും, അല്ലെങ്കിൽ 3 ഇട്ട് കൊടുക്കും. 3/3. വാട്ട് ഈസ് ദിസ് 3b? എന്താ പറയുക? 3b ഇറ്റ് ഈസ് വി സി ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 3/8 ഇൻറ്റു 6 ഇൻറ്റു TC/VC. അതാണെന്ത്? പി സി. അപ്പോൾ പി സി ഇൻറ്റു വി സി ബൈ ടി സി അല്ലേ? അപ്പോൾ 6 നിന്ന് കാണുകയാണെങ്കിൽ ഹിയർ R is equal to പി സി ഇൻറ്റു വി സി ബൈ ടി സി ഇൻറ്റു എന്ത് വരും? 6 അല്ലേ? അപ്പോൾ 8/3 എന്ന് വരും അല്ലേ? 8/3. അപ്പോൾ 8 കൂടെ ഒന്ന് 8/3 ഇൻറ്റു പി സി വി സി ബൈ ടി സി. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ ഡി ഈസ് ദി ആൻസർ. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ഇക്വേഷൻസിൽ എന്ത് ചെയ്തു? എയും ബിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊണ്ടുവന്നേ ഉള്ളൂ. ഓക്കെ. Question number 13. An ideal gas cannot be liquefied because ideal gases തമ്മിൽ എന്തില്ല? അട്രാക്റ്റീവ് ഫോഴ്സ് ഇല്ല. ഗ്യാസസ് ആർ നോട്ട് അട്രാക്ടിങ് ഈച്ച് അതർ. ഏതിൻ്റെ കേസിൽ? ഐഡിയലിൻ്റെ കേസിൽ there is no existing force of attraction between them. അവർ തമ്മിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഒന്നും വർക്ക് ചെയ്യാതെ പിന്നെ ഞങ്ങളൊരു ഗ്യാസ് ലിക്വിഡ് ആവാം. ഗ്യാസ് ലിക്വിഡ് ആവണമെങ്കിൽ ആ ഗ്യാസസ് തമ്മിൽ എന്ത് വേണം? അട്രാക്ഷൻ വർക്ക് ചെയ്യണ്ടേ? അപ്പോൾ ഗ്യാസ് ലിക്വിഡ് ആവണമെങ്കിൽ ആ അട്രാക്ഷൻ ഗ്യാസിനേക്കാളും കൂടുതലാണ് ലിക്വിഡിലെങ്കിൽ ഇന്റർ മോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യണമെങ്കിൽ അല്ലേ? അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഇൻ ദ കേസ് ഓഫ് ഐഡിയൽ ഗ്യാസ് there is no force of attraction is acting between the gas particles എന്ന് എവിടെ ഉണ്ട്? കൈനറ്റിക് തിയറി ഓഫ് ഐഡിയൽ ഗ്യാസിൽ കാണാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഐഡിയൽ ഗ്യാസിന് ലിക്വിഫൈ ചെയ്യാൻ പറ്റാത്തത്? ദ അട്രാക്റ്റീവ് ഫോഴ്സ് ഇസ് 0. ഇറ്റ്സ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഇസ് ആൾവേസ് അതൊന്നുമില്ല. ഇറ്റ്സ് മോളിക്യൂൾസ് ആർ റിലേറ്റീവ്ലി സ്മോൾ ഇൻ സൈസ്. അതുകൊണ്ട് എന്താ? ഇറ്റ് സോളിഡിഫൈസ് ബിക്കമിങ് ലിക്വിഡ് അല്ല. ബിഫോർ forces operating between its molecules are negligible. There is no forces acting between particles of the ideal gas. No forces acting between them. Okay. അടുത്ത ചോദ്യം. Question number 14. The temperature at which a real gas behaves like an ideal gas is called. The temperature at which a real gas behaves as an ideal is called boil temperature. ആ ഗ്രാഫ് ഒന്ന് നോക്കിക്കൊണ്ടു. y ആക്സിസ് z, x ആക്സിസിൽ എന്താണ്? ഇറ്റ് ഈസ് പ്രഷറാണ്. ഇപ്പോൾ നോർമലി ഐഡിയൽ ഗ്യാസിൻ്റെ ലൈൻ ഇതായിരിക്കും. പി വി സിക്വൽ ടു ആർ ടി സെഡ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന ലൈന് അല്ലേ? ഐഡിയൽ ഗ്യാസിൻ്റെ. ഇനി മറ്റൊരു ഗ്യാസ്, ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഗ്യാസ് ആണ്. നമുക്ക് 2 ടെമ്പറേച്ചർ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ദിസ് ഈസ് വൺ ടെമ്പറേച്ചർ, ദിസ് വൺ അനദർ വൺ. ഇനിയോ എല്ലാം ഒരേ ഗ്യാസ് തന്നെ കേട്ടോ, സെയിം ഗ്യാസ് തന്നെയാണ്. ദിസ് ഈസ് ദ ഡിഫറൻസ്. അപ്പോൾ ഫോർ എ ഗിവൺ ഗ്യാസ് അറ്റ് ടി
here T is equal to T is equal to T is equal to. In the second case, T is equal to TB, the boil temperature. എപ്പോഴാണോ ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ ടി ബി ബോയിൽ ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞത്, ഇതെന്താണ് ടെമ്പറേച്ചർ എബോവ് ടി ബി ആണ്, എബോവ് ടി ബി. ഇത് ബിലോ ടി ബി, ബിലോ ടി ബി. സോ ബിലോ ടി ബി ആണെങ്കിൽ ഇറ്റ് ഈസ് നെഗറ്റീവ് ഡീവിയേഷൻ ആണ്. എബോവ് ടി ബി ഇറ്റ് ഈസ് പോസിറ്റീവ് ഡീവിയേഷൻ. അറ്റ് ടി ബി നോക്കൂ, ഇതാ ഇത്രയും ഒരു ടെമ്പറേച്ചർ പ്രഷർ വരെ കറസ്പോണ്ടിങ് എന്താണ്, ആള് ബിഹേവ്സ് ആസ് ഐഡിയലാണ്. അപ്പോൾ ദ ടെമ്പറേച്ചർ range of temperature at which real gas behaves ideally for an appreciable range of pressures is called ബോയിൽ ടെമ്പറേച്ചർ, ബോയിൽ പോയിന്റ് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് ബോയിൽ പോയിന്റ്, ഇവിടെ കിട്ടിയോ? അഥവാ ഈ അറ്റ് ടി ബി നോക്കൂ, ഈ ലൈൻ ഏകദേശം ഈ സെഡിൻ്റെ വാല്യൂ 1 പോയിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ അവരെന്താണ് ഇറ്റ് ഈസ് ഐഡിയലാണ്. ബിലോ ദിസ് ഇറ്റ് ഈസ് നെഗറ്റീവ് ഡീവിയേഷൻ, എബോവ് ദിസ് പോസിറ്റീവ് ഡീവിയേഷൻ. അപ്പോൾ അറ്റ് ടി ബി ബിഹേവ്സ് ആസ് ഐഡിയൽ, ബിലോ ടി ബി നെഗറ്റീവ് ഡീവിയേഷൻ, എബോവ് ടി ബി പോസിറ്റീവ് ഡീവിയേഷൻ. മനസ്സിലായോ? ഇനി ദ വാല്യൂ ഓഫ് ബോൾട്ട്സ്മാൻസ് കോൺസ്റ്റന്റ് കെ ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു, നമ്മൾ ഈ കൈനറ്റിക് തിയറിയിൽ വരുന്ന ടൈമാണല്ലോ ബോൾട്ട്സ്മാൻസ് കോൺസ്റ്റന്റ്. ബോൾട്ട്സ്മാൻസ് കോൺസ്റ്റന്റ് കെ ഇസ് ഈക്വൽ ടു എന്താ പറയുക, ആർ ബൈ എൻ എ, ആർ ബൈ എൻ എ. അപ്പോൾ എന്തിനു കൊടുത്താൽ മതി, 8.314 ഡിവൈഡഡ് ബൈ എൻ എത്രയാ, 6.022 into 10⁻23. അപ്പോൾ 8/6 എന്ന് പറയുമ്പോൾ 8/6 എന്ന് പറയുമ്പോൾ 4/3 ആണ്. 4/3 എന്ന് പറയുമ്പോൾ എത്ര വരിക, 4/3. അപ്പോൾ അത് 1 പോയിന്റ് സംതിങ് ഉണ്ടാവില്ലേ, 4ലും പിന്നെ 10ൽ 3. ഓക്കെ, 1.3 into 10⁻23. ഇത് മുകളിലോട്ട് പോകല്ലേ. സോ ഇറ്റ് ഇസ് 1.3 into 10⁻23 joule per Kelvin. Option A is the answer. Any question number, next one, question number 16. Question number 16. Which of the following reaction defines enthalpy of formation of the product? ഇവിടെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് പ്രൊഡക്റ്റ് അല്ലേ ചോദിച്ചത്. ഇവിടെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്യുക? ഇറ്റ് ഇസ് ദ എൻതാൽപ്പി ചേഞ്ച് ഡ്യൂറിങ് ദ ഫോർമേഷൻ ഓഫ് 1 mol പ്രോഡക്റ്റ്. ഒരു മോൾ പ്രൊഡക്റ്റാണ് ഫോം ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇത് ഞാൻ കട്ട് ചെയ്തു. വൈ? ഇവിടെ 2 mol പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നുണ്ട്. ഫ്രം ഇറ്റ്സ് എലമെൻറ്റ്സ് ആണ്, ഫ്രം ഇറ്റ്സ് എലമെൻറ്റ്സ്. ഇത് ഞാൻ കട്ട് ചെയ്തു, കാരണം ഇവിടെ എന്താണ് കോമ്പൗണ്ട് ഇതാണ് ഫോം ചെയ്യുന്നത്. So to form 1 mol product from its elements ആണ് in their standard state. ഡയമണ്ട് അല്ല, ഗ്രാഫൈറ്റ് ആണ് സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് ആയിട്ട് നമ്മൾ എന്തെടുക്കുക, കാർബൺ എടുക്കാറുള്ളത്. അപ്പോൾ 1ഉം കട്ടായി. ഗ്രാഫൈറ്റ് ആണ് നാച്ചുറൽ, നമുക്ക് എന്താ പറയുക, അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറഞ്ഞാൽ. അതേസമയം നോക്കൂ, H2 ഗ്യാസ്, ഫ്ലൂറിൻ ഗ്യാസ്, HF ലിക്വിഡ്. ശരിയല്ലേ? ഹാഫ് മോള് 1 mol. ഓപ്ഷൻ ബി ഈസ് ദി ആൻസർ. മനസ്സിലായോ? ഓക്കെ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 17 അല്ലേ, 17. ഡ്യൂറിങ് ഐസോതെർമൽ എക്സ്പാൻഷൻ ഓഫ് എൻ ഐഡിയൽ ഗ്യാസ് ഇറ്റ്സ് ഇന്റേണൽ എനർജി. ഐസോതെർമൽ എക്സ്പാൻഷൻ ഓഫ് എൻ ഐഡിയൽ ഗ്യാസ് ആണ്. ഇന്റേണൽ എനർജി മാറുമോ? ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു NCV ഡെൽറ്റ ടി അല്ലേ, NCV ഡെൽറ്റ ടി. നോട്ട് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ഡെൽറ്റ ടി 0 ഐസോതെർമൽ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ടി എത്രയാ, T0. അപ്പോൾ ഡെൽറ്റ ടി 0 വന്നാൽ ഡെൽറ്റ യു 0. സോ ഇന്റേണൽ എനർജി ഇൻക്രീസ് അല്ല, 0 ആണ്. ചേഞ്ച് ഇല്ല. എൻതാൽപ്പി ഡിക്രീസസ്. എൻതാൽപ്പി ഡിക്രീസ് വരുമോ? ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ആർ ടി. ഫോർ എ ഗിവൺ എമൗണ്ട് ഓഫ് ഗ്യാസിൽ n മാറും, എന്താണ് കോൺസ്റ്റന്റ് ഡെൽറ്റ ടി ആ. ഇഫ് ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു 0, if delta t is equal to 0, delta h is equal to delta u. Delta u is not changing, it is 0. Value is 0 ആണ്. Delta u is equal to 0 എന്ന് പറഞ്ഞാൽ delta h also 0 എന്ന് പറഞ്ഞാൽ there is no change in the value of enthalpy and entropy. Enthalpy remains unaffected. Option C.
നോ ചേഞ്ച് ഇൻ എൻതാൽപ്പി, നോ ചേഞ്ച് ഇൻ എൻതാൽപ്പി. ഓക്കെ, അപ്പോൾ എൻതാൽപ്പി ചേഞ്ച് ഇല്ല എന്നുള്ളതാണ് ഐസോതെർമൽ എക്സ്പാൻഷനിൽ. ഇനി which of the following are not state functions? Which of the following are not state functions? ഇവിടെ Q plus W ഡെൽറ്റ യു ആണ്. ഡെൽറ്റ യു എന്താണ്? സ്റ്റേറ്റ് ഫംഗ്ഷനാണ്. Q എന്താണ്? ഹീറ്റിൻ്റെ ഫ്ലോ ആണ്. അതെന്താണ്? പാത്ത് ഫംഗ്ഷനാണ്. W പാത്ത് ഫംഗ്ഷനാണ്. H മൈനസ് ടി എസ് എന്താ? അത് എൻതാൽപ്പി അല്ലേ, സോറി, H മൈനസ് ടി എസ് ജി അല്ലേ, ഗിബ്സ് എനർജി അല്ലേ. ഡെൽറ്റ ജി എന്തെന്നെയാ? ഇറ്റ് ഈസ് ഓക്കെ സ്റ്റേറ്റ് ഫംഗ്ഷനാണ്. അപ്പോൾ ഇതിൽ ക്യൂ ആൻഡ് വർക്ക് ആൻഡ് ഹീറ്റ് ആണ് എന്ത് വരുന്നത്? പാത്ത് ഫംഗ്ഷൻ വരുന്നത്. ബാക്കിയെല്ലാം സ്റ്റേറ്റ് ഫംഗ്ഷനാണ്. ബാക്കിയെല്ലാം സ്റ്റേറ്റ് ഫംഗ്ഷനാണ്. ഈ ഡെൽറ്റ യു എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ് ഈക്വൽ ടു U2 മൈനസ് U1, ഇനീഷ്യൽ ഫൈനൽ മൈനസ് ഇനീഷ്യൽ. ആൻഡ് ഡെൽറ്റ ജി എന്താണ്? ഇസ് G2 മൈനസ് G1. ഇറ്റ് ഈസ് G2 മൈനസ് G1. ഓക്കെ, സ്റ്റേറ്റ് ഫംഗ്ഷനാണ്. അപ്പോൾ ഇവിടെ ക്യൂ ആൻഡ് ഡബ്ല്യു എന്തല്ല? സ്റ്റേറ്റ് ഫംഗ്ഷൻ അല്ല. ബാക്കി ഡെൽറ്റ യു ആണെങ്കിലും ജി ആണെങ്കിലും ഡെൽറ്റ ജി ഒക്കെ എന്താണ്? ദീസ് ആർ സ്റ്റേറ്റ് ഫംഗ്ഷൻസ്. ഇവിടെ ക്യൂ ആൻഡ് വർക്ക് ഇറ്റ് ഈസ് നോട്ട് സ്റ്റേറ്റ് ഫംഗ്ഷൻ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ആ വർക്ക് ഡൺ ഫോർ ദ കൺവേർഷൻ ഓഫ് 0.5 മോൾ ഓഫ് വാട്ടർ അറ്റ് 100 degree Celsius. 0.5 മോൾ ഓഫ് വാട്ടർ അറ്റ് 100 degree Celsius ടു സ്റ്റീം at 1 atm pressure is heat of vaporization of water at 1100 degrees given ആണ് 40670 ജൂൾ ആണ്, ജൂൾ പെർ മോൾ ആണ്. ഓക്കെ, നമുക്ക് 0.5 മോൾ ആണ് ആരുള്ളത്? വാട്ടർ ഉള്ളത്. 0.5 മോൾ വാട്ടർ അറ്റ് 100 degree സെൽഷ്യസിലാണ്. സിംപ്ലി കൺവേർട്ടിങ് സ്റ്റീം ഇൻ ടു 1 atm പ്രഷർ ആണ്. അപ്പോൾ ഇവിടെ 0.5 മോള് വാട്ടറിന് കറസ്പോണ്ടിങ് 100 degree Celsius നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഇറ്റ് ഈസ് 100 degree Celsius ആണ്. അവിടെ ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? വർക്ക് ഡൺ ആണ് കണ്ടുപിടിക്കേണ്ടത്. വർക്ക് ഡൺ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം പി വി ഇസ് ഈക്വൽ ടു NRT അല്ലേ. വാട്ട് ഈസ് വോളിയം? NRT ബൈ പി അല്ലേ. അപ്പോൾ ഇവിടെ 0.5 മോൾ വാട്ടർ സ്റ്റീമിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ടല്ലേ. 0.5 മോൾ വാട്ടർ വൺ കൺവേർട്ടഡ് ഇൻ ടു സ്റ്റീം അറ്റ് 100 degree. അപ്പോൾ വോളിയം ഓഫ് സ്റ്റീം ഫോംഡ് പറയുകയാണെങ്കിൽ സ്റ്റീം ഇസ് ഈക്വൽ ടു N എത്രയാ? 0.5 ആണ്. R എത്രയാണ് കൊടുക്കുക? ആറിൻ്റെ വാല്യൂ 180 കറസ്പോണ്ടിങ് ചെയ്യുന്നത് 0.0821. ടെമ്പറേച്ചർ എത്രയാ? ഇറ്റ് ഇസ് 100 degree മീൻസ് 373 Kelvin ആണ്. ഡിവൈഡ് ബൈ പ്രഷർ ഇറ്റ് ഈസ് 180 ആണ്. സോ വോളിയം ഓഫ് സ്റ്റീം കിട്ടും. വാല്യൂ 15.3 ലിറ്റർ ആണ്. എത്രയാ? 15.3 ലിറ്റർ ആണ് വോളിയം ഓഫ് സ്റ്റീം. 0.5 മോൾ സ്റ്റീം അറ്റ് 100 degree Celsius ആൻഡ് 180 പ്രഷർ എത്രയായിരിക്കും? ഇറ്റ് ഇസ് 15.3 ലിറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ശരിക്കും ഇവിടെ വോളിയം, പുതിയ വോളിയം, ന്യൂ വോളിയം ചേഞ്ച് എങ്ങനെയാ? ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു വി ഫൈനൽ മൈനസ് വി ഇനീഷ്യൽ അല്ലേ. ഇവിടെ വി ഫൈനലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വി ഇനീഷ്യൽ നെഗ്ലിജിബിൾ സ്മോൾ ആണ്. കാരണം ലിക്വിഡ് ഗ്യാസ് ആണ് ചെയ്തത്. ലിക്വിഡ് ഇൻ ടു ഗ്യാസ് ആണ് കൺവേർഷൻ നടന്നിരിക്കുന്നത്. അപ്പോൾ 15.3 ലിറ്റർ മൈനസ് വോളിയം ഇനീഷ്യൽ ടേക്കൺ ആണ്. നമുക്കറിയാം വാട്ടറിൻ്റെ വോളിയം അതിൻ്റെ വേപ്പറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്? വെരി ലാർജ്ലി ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് ഇറ്റ് ഈസ് സിംപ്ലി അപ്രോക്സിമേറ്റഡ് ആസ് 15.3 ലിറ്റർ. 15.3 ലിറ്റർ ആണ്. സോ വോളിയം ചേഞ്ച് ഈസ് 15.3 ലിറ്റർ ആണ്. വാട്ട് ഈസ് വർക്ക് ഡൺ? വർക്ക് ഡൺ മീൻസ് പ്രഷർ ഇൻറ്റു വോളിയം ചേഞ്ച് അല്ലേ. പി ഡെൽറ്റ വി അല്ലേ. പി എത്രയാ? ഇറ്റ് ഈസ് 1 atm ആൻഡ് ഡെൽറ്റ വി എത്രയാ? 15.3 ലിറ്റർ. 15.3 അത് ലിറ്റർ ATM-ലാണ് യൂണിറ്റ് ഉള്ളത്. ലിറ്റർ ATM-ലാണ് യൂണിറ്റ് കൊടുത്തിരിക്കുന്നത് അവിടെ. ശരിയല്ലേ? എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 15.3 ഇൻറ്റു ലിറ്റർ ATM മാറ്റാൻ 101.35 മൾട്ടിപ്ലൈ ചെയ്യുക. അത്രയും എന്ത് വരും? ജൂൾസ് വരും. അത്രയും ജൂൾ. അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന വാല്യൂ ആണ് 154 അല്ലേ. ഇറ്റ് ഈസ് ഈക്വൽ ടു, ഞാൻ ഇവിടെ എഴുതാം, ഇറ്റ് ഈസ് 1540 കിലോ ജൂള് ഓർ ഇറ്റ് ഈസ് 1.540 കിലോ ജൂള്. ഓക്കെ, ഇത് മൾട്ടിപ്ലൈ ചെയ്തിൽ എത്ര വരിക? 15 × 100 എത്രയാണ്? ഇറ്റ് ഈസ് 1500 അല്ലേ വരിക. 1500
1540 കിലോ ജൂളാണ് വരിക. ഓക്കെ, ദാറ്റ് ഈസ് വർക്കാണ്. ദെൻ വർക്ക് ഈസ് ഡൺ ബൈ ദ സിസ്റ്റം അല്ലേ, ഹിയർ സ്റ്റീമായിട്ട് മാറല്ലേ, സിസ്റ്റം ഈസ് എക്സ്പാൻഡിങ് അല്ലേ, സോ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആണ്. സോ ഇറ്റ് ഇസ് -1.54 -1.54 ആണോ? ഇവിടെ വർക്ക് ഈസ് ഇപ്പോൾ നമുക്ക് വർക്ക് ഡൺ ഫോർ ദ കൺവേർഷൻ ഓഫ് 0.5 മോൾ ഓഫ് വാട്ടർ അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് അല്ലേ. സോ ഇറ്റ് ഈസ് -154 ആണ്. അവിടെ ആ സിസ്റ്റത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനകത്തുള്ള വാട്ടറിനെ നമ്മൾ വേപ്പറൈസ് ചെയ്യിക്കണം, സ്റ്റീമാക്കി മാറ്റണം. സോ സിസ്റ്റം ഈസ് ഡൂയിങ് വർക്കാണ്, നമ്മുടെ സിസ്റ്റം ഈസ് ഡൂയിങ് വർക്കാണ്. സോ ഹീറ്റ് ഈസ് ലോസിങ് ആണല്ലേ, -1.54 ആണ് വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 20. The molar heat capacity of water at constant pressure, CP given ആണ് എത്രയാ, it is 75 joule per Kelvin per mole, joule per Kelvin per mole. When 1 kilojoule of heat is supplied, അപ്പോൾ Q എത്രയാ, Q is equal to 1 kilojoule 1000 joule to 100 gram water. അപ്പോൾ എണ്ണ എത്ര, നമ്പർ ഓഫ് മോൾസ് 100/18 5.55 mole. Okay, which is free expanded. The increase in temperature of water is, we know Q is equal to, heat is equal to NCP delta T. NCP delta T. Q എത്രയാ, it is 1000 10⁻³ is equal to n എത്രയാ 10⁻²/18 into CP എത്രയാ 75 into delta T. ഓക്കെ, അപ്പോൾ ഇവിടെ 10⁻², 10⁻³ 2 കട്ട് ചെയ്യാം 10 ആവും. സോ 18 into 10 180, 180/75 180/75. അപ്പോൾ എത്ര വാല്യൂ വരിക, ഓക്കെ ഡിവൈഡ് ചെയ്ത് നോക്കൂ. ഓക്കെ, വിൽ ഗെറ്റ്, അപ്പോൾ ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു 180/75 എന്ന് വരും. 180/75. 75ൻ്റെ ഡബിൾ 150 അല്ലേ, ഇത് ഡബിളിനേക്കാളും കുറച്ച് കൂടുതലുണ്ട്. സോ ഇറ്റ് ഈസ് 2.4 കെൽവിൻ. ഓപ്ഷൻ സി 2.4 കെൽവിൻ. നൗ നമുക്കിനി എന്താവാം, ഇപ്പോൾ നമുക്ക് 20 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയില്ലേ, ഒരു ഷോർട്ട് ബ്രേക്ക് ആവാം, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, കണ്ടിന്യൂ ചെയ്യാം. കേട്ടല്ലോ? ഓക്കെ, ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ,
പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു.
ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 + 2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.
ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഹായ് സ്റ്റുഡൻസ്, ഓക്കെ, നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ, കണ്ടിന്യൂ ചെയ്യാം. Now question number 21. Question number 21. In the following hypothetical reaction, A + 3B gives 2C and D. Initial moles of A is twice that of B. If at equilibrium moles of B and C are equal, then percent of B reacted is എന്നാണ് ചോദ്യം. ഇക്വിലിബ്രിയത്തിലെ ചോദ്യമാണ്. A + 3B giving 2C plus D. Initial moles of A is twice that of B. Initial moles of A is twice that of B. B 1 mole ആണെങ്കിൽ A 2 mole ഉണ്ടാവും, 0 0. റിയാക്ഷൻ പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ -x - 3x + 2x + x. അപ്പോൾ അറ്റ് ഇക്വിലിബ്രിയം 2 - x മോൾ A ഉണ്ട്, 1 - 3x മോൾ B ഉണ്ട്, 2x മോൾ C ഉണ്ട്, ആൻഡ് x മോൾ D ഉണ്ട്. അറ്റ് ഇക്വിലിബ്രിയം മോൾസ് ഓഫ് ബി ആൻഡ് സി ആർ ഈക്വൽ എന്ന് പറഞ്ഞാൽ മോൾസ് ഓഫ് ബി ആൻഡ് സി ആർ ഈക്വൽ. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണ് എന്ന് പറഞ്ഞാൽ 1 - 3x = 2x എന്ന് പറയും, 1 = 5x ഓർ x = 1/5 എന്ന് പറഞ്ഞാൽ 0.2 ആണ് എക്സിൻ്റെ വാല്യൂ. ഇനി പെർസെൻറ്റ് ഓഫ് ബി റിയാക്റ്റഡ് എന്നാണ് ചോദിച്ചത്. ബി ഇനീഷ്യൽ ടേക്കൺ എത്രയാ? ബി ടേക്കൺ എത്രയാ? ദിസ് 1 മോൾ എടുത്താൽ റിയാക്റ്റഡ് എത്രയാ? 3x. 3x = 3 × 0.2 0.6. പെർസെൻറ്റ് റിയാക്റ്റഡ് എന്ന് വെച്ചാൽ പെർസെൻറ്റ് ഓഫ് ബി റിയാക്റ്റഡ് എന്ന് പറഞ്ഞാലോ 0.6 ഔട്ട് ഓഫ് 1 × 100 എന്ന് പറഞ്ഞാൽ 60%. 60%. ഓക്കെ, ഓപ്ഷൻ ഡി ഈസ് ദി ആൻസർ. മനസ്സിലായോ? ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. 2 mole of SO2, 1 mole of O2 are heated in a closed vessel to reach equilibrium. 2 SO2 plus O2 is 2 SO3. The equilibrium mixture exerted a pressure of 5 atm and require 1/3 mole of dichromate in acidic medium Kp for the reaction is എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, 2 mole of SO2 and O2 reacting അല്ലേ? 2 mole of SO2 and 1 mole of O2 is reacting. But 2 SO2 plus O2 giving 2 SO3.
taken amount 2 mole SO2 and 1 mole O2, 0 to reach equilibrium. അവിടെ equilibrium എത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാം -2x plus 2x. Remaining amount 2 minus 2x, ഇത് 1 minus x, ഇത് 2x. ഓക്കെ, ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ആയിട്ട് ഇക്വിലിബ്രിയം എത്രയാണ് പറയാം? ഇക്വിലിബ്രിയത്തിൽ n ടോട്ടൽ 2 minus 2x പ്ലസ് 1 minus x പ്ലസ് 2x. അപ്പോൾ 2xും 2xും ക്യാൻസലായി. 2 plus 1 3. It is 3 minus x ആണ് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. The equilibrium mixture എക്സിന്റെ പ്രഷർ 5 atm. ആ സമയത്ത് പി ടോട്ടൽ എത്രയാണ്? ഇറ്റ് ഈസ് 5 atm ആണ്. ടോട്ടൽ 5 atm ആണ്. ഇനി ആൻഡ് equilibrium mixture require 1/3 mole of dichromate in acidic medium. Equilibrium mixture require 1/3 mole. ഇവിടെ ഡൈക്രോമേറ്റ് ഓക്സിഡൈസിങ് ഏജന്റ് അല്ലേ? അപ്പോൾ ഇവിടെ ഒരു റെഡ്യൂസിങ് ഏജന്റ് വേണ്ടേ? ഇത് റെഡ്യൂസിങ് ഏജന്റ് ആരാ? SO2. അപ്പോൾ ആ റിയാക്ഷൻ കൂടെ നമ്മൾ സെറ്റ് ചെയ്യണം. ഡൈക്രോമേറ്റ് Cr2O7 2- പ്ലസ് SO2 ഗീവിങ് Cr3+2 Cr3+ ആൻഡ് SO4 2-. ഈ റിയാക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, അറിയുന്നുണ്ടാവും അല്ലേ? അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യുകയാണെങ്കിൽ, അതൊന്ന് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡൈക്രോമേറ്റിൽ ഡിഫറൻസ് 6 ആണ് വരുന്നത്. സൾഫർ ഡയോക്സൈഡ് 2 ആണ് ഡിഫറൻസ് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു 3 വരും. ഡിഫറൻസിൻ്റെ 3 കൊടുക്കണ്ടേ? 3 വരും എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? അപ്പോൾ അത് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എന്തായിരിക്കും? ഡിഫറൻസ് 6ഉം ഡിഫറൻസ് 2 അല്ലേ? അപ്പോൾ അങ്ങനെ വന്നാൽ നമുക്കിവിടെ 3SO2 ആൻഡ് 3SO4 എന്ന് കിട്ടും. ഇവിടെ 3 മോള് SO2ക്ക് റിയാക്ട് ചെയ്യാൻ എന്ത് വേണം? 1 മോൾ ഡൈക്രോമേറ്റ് മതി. ഇതാണ് 1:3 ആണ് റിക്വയർമെൻറ്റ്. അപ്പോൾ 1 മോൾ SO2ക്ക് 1/3 മോളാണ് ഡൈക്രോമേറ്റ് വേണ്ടി വരിക. നമ്മൾ പറഞ്ഞ ഡാറ്റ എന്താ അറിയോ? 1/3 മോൾ. സോ ദിസ് റിക്വയർ 1/3 മോൾ ഓഫ് ഡൈക്രോമേറ്റാ. അപ്പോൾ 1/3 മോൾ ഡൈക്രോമേറ്റ് ഉണ്ടെങ്കിൽ അവിടെ 1 മോൾ SO2 ആണ് ആ റിയാക്ഷൻ മിക്സിൽ ഉണ്ടായിട്ടുണ്ടാവുക. ഇക്വിലിബ്രിയം മിക്സ്ചർ കണ്ടെയ്നിങ് 2 minus 2x മോൾ SO2. സോ 2 minus 2x മോളാണ് നമുക്കുള്ളത്. 2 minus 2x മോളാണ് നമുക്കുള്ളത് അല്ലേ? 2 minus 2x മോളാണ് നമുക്കുള്ളത്. സോ 1/3 മോളിന് 1 മോൾ SO2 സ്റ്റോഷിയോമെട്രിക്കലി. ആൻഡ് ഈ 1 മോൾ SO2 കറസ്പോണ്ടിങ് ടു 2 minus 2x. അപ്പോൾ 2 minus 2x ഇസ് ഈക്വൽ ടു 1 മോൾ എന്ന് പറയാം. കാരണം ഇക്വിലിബ്രിയം മിക്സറിൽ 2 minus 2x ആണ് ഉള്ളത്. അതിന് വേണ്ടത് 1/3 മോൾ ഡൈക്രോമേറ്റാ. 1/3 മോൾ ഡൈക്രോമേറ്റിന് 1 മോൾ SO2 എന്ത് ചെയ്യും? ഓക്സിഡൈസ് ചെയ്യാം. അപ്പോൾ 2 minus 2x ഇസ് ഈക്വൽ ടു 1 എങ്കിൽ 2 minus 1 ഇസ് ഈക്വൽ ടു 2x. അപ്പോൾ 2x ഇസ് ഈക്വൽ ടു 1, x ഇസ് ഈക്വൽ ടു 1/2 ഇസ് ഈക്വൽ ടു 0.5. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? ഇറ്റ് ഈസ് 0.5 ആണ് എക്സിൻ്റെ വാല്യൂ. എക്സ് ഇസ് ഈക്വൽ ടു 0.5. ഓക്കെ, അപ്പോൾ എക്സ് 0.5 ആണെങ്കിൽ എന്ത് കണ്ടുപിടിക്കും? KP അല്ലേ കണ്ടുപിടിക്കണ്ടേ? എക്സ് 0.5 ആണെങ്കിൽ 2 × 0.5 1, 2 minus 1 it is 1 മോള്. ശരി, ഇനി ഇയാളോ 1 minus x it is 0.5 മോള്. ഇയാൾ 2x അല്ലേ? 1 മോള്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ആയല്ലോ. നമ്പർ ഓഫ് മോൾസ് കിട്ടിയ നമുക്ക്. ഈ നമ്പർ ഓഫ് മോൾസ് 1ഉം 0.5ഉം 1ഉം അല്ലേ? അപ്പോൾ ഇനി മോൾ ഫ്രാക്ഷൻസും പാർഷ്യൽ പ്രഷേഴ്സും പറയാലോ. ഇവിടെ പി ടോട്ടൽ നമുക്ക് തന്നിട്ടുണ്ട് 5 atm ആ. ടോട്ടൽ മോൾസ് എത്രയാണ്? 1 + 1 + 0.5 2.5 ആ. സോ 1/2.5 ആണ് മോൾ ഫ്രാക്ഷൻ ഓഫ് SO2 അല്ലേ? സോ 1/2.5 മോൾ ഫ്രാക്ഷൻ ഓഫ് SO2 ഇൻറ്റു 5. എത്ര വരിക? 5/2.5. എത്ര വാല്യൂ വരിക? 5/2.5 ഇറ്റ് ഈസ് 2. അപ്പോൾ പാർഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞാൽ 1 മോളിന് കറസ്പോണ്ടിങ് പാർഷ്യൽ പ്രഷർ എത്രയാണ്? ഇറ്റ് ഈസ് 5/2.5 ഇസ് ഈക്വൽ ടു ഇറ്റ് ഈസ് 2 atm എന്ന് പറയാം. അതന്നെയല്ലേ ഇയാൾക്ക് SO3 വരിക? 1 മോള് ഔട്ട് ഓഫ് 2.5 മോൾ 1/2.5 ഇൻറ്റു ടോട്ടൽ പ്രഷർ എത്രയാണ്? 5 അല്ലേ? സെക്കൻഡ് 2 atm. ഇനി ഇയാളാണെങ്കിലോ 0.5/2.5 ഇൻറ്റു 5. 0.5/2.5 ഇൻറ്റു 5 അല്ലേ? 0.5 ഡിവൈഡഡ് ബൈ 2.5 ഇൻറ്റു 5. അപ്പോൾ ഇത് എത്ര വരിക? ഇറ്റ് ഈസ് 2 എന്ന് വരും. 2 × 0.5 1 എന്ന് വരും. ഇറ്റ്സ് 1 atm. Now what is KP?
Kp is equal to partial pressure of SO3 square 2 square 4 divided by partial pressure of SO2 square, it is 2 square 4 into partial pressure of O2, it is 1. So it is equal to 1. Kp is equal to 1. Option C is the answer. ഇവിടെ 1, 2, 3, 4 അധികം സ്റ്റെപ്സുകൾ വന്നിട്ടുണ്ട്, ശ്രദ്ധിക്കണം. ആദ്യം എന്ത് ചെയ്തു, നമുക്ക് ഇനീഷ്യൽ നമ്പർ ഓഫ് മോൾസ് തന്നിട്ടുണ്ട്, അത് വെച്ചിട്ട് ഇക്വിലിബ്രിയം നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ചു. പിന്നെ ഇക്വിലിബ്രിയം നമ്പർ ഓഫ് മോൾസിനകത്ത് ആരാണ് റെഡ്യൂസിംഗ് ഏജന്റ് എന്ന് ഐഡന്റിഫൈ ചെയ്ത് SO2 ആണ്. അത് ഡൈക്രോമേറ്റിലെ റിയാക്ഷൻ ഡിസൈൻ ചെയ്ത് ബാലൻസ് ചെയ്തു. ആ ബാലൻസ് പ്രകാരം 1/3 മോൾ ഡൈക്രോമേറ്റിന് 1 മോൾ SO2 റിയാക്ട് ചെയ്യിക്കാമെങ്കിൽ, ഓക്സിഡൈസ് ചെയ്യാമെങ്കിൽ SO2യുടെ എമൗണ്ട് 2 - 2x = 1 ഇക്വേറ്റ് ചെയ്യാം. എക്സ് കണ്ടുപിടിച്ചു. എക്സ് കൊണ്ട് നമ്പർ ഓഫ് മോൾസ് റീഡിഫൈൻ ചെയ്തു. ദെൻ പാർഷ്യൽ പ്രഷർ കണ്ടുപിടിച്ചു, മോൾ ടോട്ടൽ പ്രഷർ വെച്ചിട്ട്. ദെൻ Kp കണ്ടുപിടിച്ചു. കുറച്ചധികം പ്രൊസീജിയർ വന്നിട്ടുണ്ട് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, Kp by Kc ratio will be highest in the case of, we know Kp is equal to Kc into RT raised to delta n. ഇങ്ങനെയല്ലേ വരിക? Kp is equal to Kc into RT raised to delta n. അപ്പോൾ Kp by Kc ratio അല്ലേ? Kp by Kc ratio എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് RT raised to delta n ആണ്. അത് ഹയസ്റ്റ് എന്ന് ചോദിച്ചാൽ ഡെൽറ്റ എൻ ആർക്കാണോ പോസിറ്റീവ് ഉള്ളത് അതായിരിക്കും ഹയസ്റ്റ്. ഇപ്പോൾ ഇവിടെ ഗ്യാസ് 1 മോള് ഗ്യാസ്, ഇത് 1 + ½ 1 1/2. അപ്പോൾ ഡെൽറ്റ എൻ 1 - 1.5 0.5 ആണ്. ഇവിടെ 2, ഇത് 1 1 1 + 1 2 2 2 - 2 0 ആണ് ഇയാൾ. ഇവർ PCl5 PCl3 and Cl2 1 + 1, ഇതും 1 just 2 - 1, it is 1. And last caseൽ it is 2 + 4 6 and 7 + 2 9, 6 - 9 -3 വരെ -3. സോ RT raised to delta n പോസിറ്റീവ് ആൻഡ് ലാർജ് ആയിരിക്കുകയാണ്. ഓപ്ഷൻ സിക്കാണ്. സോ സി ഈസ് ദി ആൻസർ വിത്ത് പോസിറ്റീവ് ഡെൽറ്റ n, മാക്സിമം ഡെൽറ്റ n, ഹയസ്റ്റ് റേഷ്യോ. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 24. Ksp of metal hydroxide MOH twice is 3.2 × 10 - 11 ആണ്. The pH of its saturated solution in water is, pH കണ്ടുപിടിക്കണം. നോക്കാം. ഇവിടെ മെറ്റൽ ഹൈഡ്രോക്സൈഡ് MOH twice gives M2++ 2OH- അല്ലേ? ഇനീഷ്യലി C0 0 C - S S 2S. So Ksp is equal to S into 2S ന്റെ സ്ക്വയർ 4s³. അതിൻ്റെ വാല്യൂ ഗിവൺ ആണ് 3.2 × 10⁻⁻11 എന്ന് പറഞ്ഞാൽ 32 × 10⁻12 അല്ലേ? 32 × 10⁻12. സോ S³ is equal to 10, കട്ട് ചെയ്താൽ ഇവിടെ 8 വരിക, 8 × 10⁻12. അപ്പോൾ S is equal to എത്ര വരും? 2³ 2 × 10⁻4 എന്ന് വരും. ഇതാണ് എസിൻ്റെ വാല്യൂ. എസിൻ്റെ വാല്യൂ എത്രയാ? 2 × 10⁻4 ആണ്. വാട്ട്സ് ദ കോൺസെൻട്രേഷൻ ഓഫ് OH- ions? Concentration of OH- ions is equal to 2S. 2S. What is S? 2 × 10⁻4. അപ്പോൾ 2S ഓ? 2S is equal to 2 × 2 × 10⁻4 is equal to 4 × 10⁻4. 4 × 10⁻4. ഇനി PH അല്ലേ കണ്ടുപിടിക്കേണ്ട? രണ്ട് രീതി ചെയ്യാം. ഇവിടെ വെച്ചിട്ട് POH കാണാം, എന്നിട്ട് PH കണ്ടാലും മതി അല്ലേ? അപ്പോൾ ഇവിടെ POH കാണാനായിരിക്കും നന്നായിരിക്കും. POH is equal to -log 4 × 10⁻4. -log 4 എത്രയാ? log 2.301 ആണെങ്കിൽ log 4 2 log 2 ആണ് 0.602 -0.6 പ്ലസ് -log 10⁻4 +4 എന്ന് വരും. സോ ഇറ്റ് ഈസ് 4 - 0.6 3.4 എന്ന് വരും അല്ലേ? സോ ഇറ്റ് ഈസ് 3.4. നൗ വാട്ട് ഈസ് PH? ഇറ്റ് ഈസ് 14 - POH. 14 - 3.4 is equal to 10.60 10.6 എന്ന് വരും. ഓപ്ഷൻ ബി ഈസ് ദി ആൻസർ, 10.6. അപ്പോൾ Ksp സെല്ലുലാരിറ്റി റിലേഷൻ വെച്ചിട്ട് എസിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് മൊളാരിറ്റിയിൽ, ദെൻ അത് വെച്ചിട്ട് തന്നെ OHൻ്റെ കോൺസെൻട്രേഷൻ ഡിഫൈൻ ചെയ്തു ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻസ്
അല്ലേ? OH ഇൻ ടേംസ് ഓഫ് സൊല്യൂബിലിറ്റി എസ് കിട്ടി, 2S ആണ്. അതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. ദെൻ POH കൊണ്ട് PH കൊണ്ടു. പ്രൊസീജിയർ എളുപ്പമാണ്, ചെയ്യാൻ പറ്റും എന്നതേ ഉള്ളൂ. ചെയ്യാൻ പറ്റില്ലേ? യെസ്, 2-3 സ്റ്റെപ്സ് ഉണ്ടെന്നല്ലേ ഉള്ളൂ. അത്ര കോംപ്ലക്സിറ്റി ഒന്നുമില്ല, ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 26. The values of dissociation constant K are given below. അല്ലേ? HCN, HF, HNO2 given ആണ്, വാല്യൂസ് given ആണ്. വെച്ചിട്ട് acidic strength പറയാം. Larger the value of Ka, stronger will be acid. Highest value is for HF ആണ്. HF stronger acid than HNO2 stronger than പിന്നെ ആരാ? HCN ആണ്. HNO2 stronger than HCN. ഇതാണ് 3 ആസിഡ്സിന്റെ അസിഡിക് സ്ട്രെങ്ത്തിന്റെ ഓർഡർ. കറക്റ്റ് ഓർഡർ ഓഫ് ഇൻക്രീസിങ് ബേസിക് സ്ട്രെങ്ത് ഓഫ് ദ ബേസസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. CN മൈനസ് HFന്റെ കോൺജുഗേറ്റ് ബേസ് F മൈനസ് അല്ലേ? HNO2 NO2 1 മൈനസ് അല്ലേ? HCN CN മൈനസ് അല്ലേ? ആസിഡ് സ്ട്രോങ് ആയാൽ കറസ്പോണ്ടിങ് കോൺജുഗേറ്റ് ബേസ് എന്തായിരിക്കും? വീക്ക് ആയിരിക്കും. ഫോർ സ്ട്രോങ് ആസിഡ് കോൺജുഗേറ്റ് ബേസ് ഈസ് വീക്ക്. അപ്പോൾ സ്ട്രെങ്ത്തിന്റെ ഓർഡർ, ബേസിക് സ്ട്രെങ്ത്തിന്റെ ഓർഡർ CN മൈനസ് മോർ ബേസിക് ദാൻ NO2 മോർ ബേസിക് ദാൻ F മൈനസ്. വൈ? ആസിഡ് സ്ട്രോങ് ആയാൽ ബേസ് വീക്ക് ആവും, ബേസ് സ്ട്രോങ് ആയാൽ ആസിഡ് വീക്ക് ആവും. പഠിച്ചതല്ലേ? അപ്പോൾ ഏത് ആൻസർ വരിക? CN മൈനസ് സ്ട്രോങ്ങർ ദാൻ NO2 സ്ട്രോങ്ങർ ദാൻ F മൈനസ്. ഓപ്ഷൻ C ഈസ് ദി ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 27. ക്വസ്റ്റ്യൻ നമ്പർ 27. The wavelength of spectral lines emitted by a hydrogen atom in the Lyman series is 16 by 15 RCM. Okay, 16 by 15 RCM ആണ്. Calculate the value of N2. Here R stand for Rydberg constant. Rydberg constant ആണ് R. Okay, R is Rydberg constant ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് N2 എന്ന് ചോദിച്ചിരിക്കുന്നത്. For Lyman series we know it is lambda or nu bar. This nu bar is equal to Rydberg constant R into 1 by N1 square minus 1 by N2 square. ശരിയല്ലേ? For Lyman series N1 is equal to 1 ആണ്, ആൻഡ് N2 നമുക്ക് അതിൽ കണ്ടുപിടിക്കണം. ഇവിടെ വേവ് ലെങ്ത് ഇസ് ഗിവൺ ആണ്. വേവ് ലെങ്ത് ഇസ് ഗിവൺ. ന്യൂ ബാർ മീൻസ് 1 by lambda ആണ്. ന്യൂ ബാർ മീൻസ് എന്താണ്? ഇറ്റ് ഈസ് 1 by lambda. ശരിയല്ലേ? അപ്പോൾ R ഇൻറ്റു 1 by 1 square 1 മൈനസ് N2 സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 by lambda. 1 by lambda. ഇതാണ് വേവ് ലെങ്ത്തിൻ്റെ വാല്യൂ. അപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ എന്ത് ചെയ്യും? വാട്ട് ഈസ് 1 by lambda? ഇതിൻ്റെ റെസിപ്രോക്കൽ അല്ലേ? 15R by 16 എന്ന് കൊടുക്കും. ശരിയായോ? നമുക്കിവിടെ 6 ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഇനി 1 മൈനസ് 15 by 16 ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? 1 by N2 സ്ക്വയർ എന്ന് പറയാം. ശരിയല്ലേ? അപ്പോൾ 16 മൈനസ് 15 ദാറ്റ് ഈസ് 1 by 16 ഇസ് ഈക്വൽ ടു ഇസ് ഈക്വൽ ടു 1 by 16 ആയി. അപ്പോൾ N2 ഇസ് ഈക്വൽ ടു 4 ആയി. N2 is equal to 4. Option B is the answer. N2 is equal to 4. വേറൊന്നും ചെയ്യാനില്ലല്ലോ. ഡയറക്റ്റ് നമുക്ക് എന്താ വേവ് ലെങ്ത് ഗിവൺ ആണ്. വേവ് ലെങ്ത് ലാംഡ ഗിവൺ എന്ന് പറഞ്ഞാൽ 1 by ന്യൂ ബാറിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ ന്യൂ ബാർ എന്താ? ഇറ്റ് ഇസ് 15R by 16 ആണ് CMൽ വരിക. ശരിയല്ലേ? N1ൻ്റെ വാല്യൂ 1 ആണ്. കോൺസ്റ്റന്റ് R എടുക്കാൻ പറഞ്ഞിരിക്കുന്നു. ഓക്കെ, വേറൊന്നും ചെയ്യാനില്ല അല്ലല്ലോ. ലെസ് 4. ഓപ്ഷൻ എ, ഓപ്ഷൻ B is the answer. Now question number 28. For azimuthal quantum number L, the total number of values of magnetic quantum number is given by magnetic quantum number total എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് ഓപ്ഷൻ ഏത് വരെ? B M minus 1 by 2 അല്ലേ? ഓപ്ഷൻ B is the answer. azimuthal quantum number L given ആണ്. Total number of values of magnetic quantum number is given by എന്നാണ്. ശരിക്കും നോക്ക്, ഫോർ അസിമുതൽ ക്വാണ്ടം നമ്പർ L അതിനെ നമ്മൾ എന്ത് ചെയ്യണം? എമ്മിൻ്റെ വാല്യൂസ് നമ്മൾ എങ്ങനെ ചെയ്യുക? ഇറ്റ് ഈസ് 2L plus 1 അല്ലേ? 2L plus 1 അല്ലേ ചെയ്യാറുള്ളത്? അത്രയും വാല്യൂസ് ഉണ്ടാവുന്നല്ലേ പറയാം. Lൻ്റെ വാല്യൂ 0 ആണെങ്കിലേ, Lൻ്റെ വാല്യൂ 0 ആണെങ്കിൽ M എത്രയാ? എമ്മിൻ്റെ വാല്യൂ എത്രയാ? അത് 0 തന്നെ. ഒരു വാല്യൂ ഉള്ളത്. Lൻ്റെ വാല്യൂ 1 വന്നാലോ
അവിടെ നമുക്ക് -1 0 +1 ടോട്ടൽ 3 വാല്യൂസ് ആയില്ലേ. അപ്പോൾ 2 × L 2 × 1 +1. അപ്പോൾ 2 × 1 2 + 1 3 കിട്ടിയില്ലേ. എല്ലിൻ്റെ വാല്യൂ 2 വന്നാലോ -2 -1 0 +1 +2 5 വാല്യൂസ് ആയില്ലേ, 5 വാല്യൂസ് ആയില്ലേ. അപ്പോൾ അതെങ്ങനെ കിട്ടി? 2 × 2 +4 വന്ന് 4 + 1 5 കിട്ടിയില്ലേ. ഫ്രം ദിസ് L is equal to എന്ത് വരെ L is equal to m-1/2 അല്ലേ. L is equal to m-1/2. ഓപ്ഷൻ ബി ഈസ് ദി ആൻസർ. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ എമ്മിൻ്റെ വാല്യൂ നമുക്കറിയാം 2L + 1 വാല്യൂസ് ഉണ്ടാവുക. എം ഹാവ് 2L + 1 വാല്യൂസ്. ഫ്രം ദിസ് L is equal to m-1/2. ഓപ്ഷൻ ബി ഈസ് ദി ആൻസർ. ഓക്കെ. Now question number 29. Question number 29. The completely filled and completely half-filled subshells are stable due to symmetrical distribution of electrons എന്നും പറയാം. Exchange energy. Option A and B. Option C is the answer, both A and B. അല്ലേ? ഹാഫ് ഫിൽഡ് ആയാലും ഫുള്ളി ഫിൽഡ് ആയാലും എന്താണത്? സിമെട്രിക്കൽ. ആൻഡ് അഗെയിൻ ഫുള്ളി ഫിൽഡ് ആവുന്ന സമയത്ത് അവർക്ക് നമ്പർ ഓഫ് എക്സ്ചേഞ്ച് മാക്സിമം ആണ്. എക്സ്ചേഞ്ച് എനർജി നമുക്കറിയാലോ. ഇപ്പോൾ ഡിയിൽ ഒരു ഇലക്ട്രോൺ വന്നാലല്ല അവസ്ഥ, അവിടെ എക്സ്ചേഞ്ചസ് ഒന്നുമില്ല. 2 ഇലക്ട്രോൺ വന്നാൽ അവർക്ക് എന്ത് ചെയ്യാം? പൊസിഷൻ എക്സ്ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഒരു എക്സ്ചേഞ്ച് ആയി. ഒരു ഇലക്ട്രോൺ കൂടെ വന്നാലോ എക്സ്ചേഞ്ച് നമ്പർ 2 3 നമ്പറായി, 3 എക്സ്ചേഞ്ച് ആയി. ഒരു ഇലക്ട്രോൺ കൂടെ വന്നാലോ ഇറ്റ് ഈസ് 4 5 6 എക്സ്ചേഞ്ചസ് ആയി. ഒന്നുകൂടെ വന്നാലോ 7 8 9 10 എക്സ്ചേഞ്ചസ് ആയി. ഈ നമ്പർ ഓഫ് എക്സ്ചേഞ്ചസ് കൂടുന്നൊരു സ്റ്റെബിലിറ്റി കൂടുമ്പോൾ ഓരോ എക്സ്ചേഞ്ച് നടക്കുന്ന സമയത്തും എന്ത് ചെയ്യും? എനർജി റിലീസ് ചെയ്യും. ആസ് നമ്പർ ഓഫ് എക്സ്ചേഞ്ചസ് ഇൻക്രീസസ് മോർ ആൻഡ് മോർ എനർജി റിലീസ്ഡ്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ പറയാം? എക്സ്ചേഞ്ച് എനർജി വഴി സ്റ്റെബിലൈസേഷൻ ഉണ്ട്, സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആയതുകൊണ്ടും സ്റ്റെബിലിറ്റി ഉണ്ട്. ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി ആർ കറക്റ്റ് ആൻസേഴ്സ്. ക്ലിയർ അല്ലേ? നൗ ക്വസ്റ്റ്യൻ നമ്പർ 30. An electron with values 4 3 -2 and +half for the set of 4 quantum numbers n l m1 ms respectively are. അങ്ങനെയാണെങ്കിൽ എന്താണ് അറിയണ്ടേ? ആ ഓർബിറ്റൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 വന്നാൽ 4n, 3 മീൻസ് ആരാണ്? ഇറ്റ് ഈസ് എൽ വാല്യൂ അല്ലേ. എൽ വാല്യൂ L0 S ആണ്, L1 S P ആണ്, L2 വന്നാൽ ആരാണ്? D ആണ്, L3 വന്നാൽ ആരാണ്? F ആണ്. ഇറ്റ് ഈസ് 4 ഓഫ് ഓർബിറ്റൽ. ഏതാണ്? ഇറ്റ് ഈസ് 4 ഓഫ് ഇലക്ട്രോൺ ആയിരിക്കും. ഏതാണ്? 4 ഓഫ് ഇലക്ട്രോൺസ്. ഇനി ക്വസ്റ്റ്യൻ 31. The de Broglie equation applies to ഇലക്ട്രോൺസിന് അപ്ലിക്കബിൾ ആണ്, പ്രോട്ടോൺസിനും ആവാം ന്യൂട്രോൺസിനും ആവാം. സോ ആൾ ദ ഒബ്ജക്ട്സ് ഇൻ മോഷൻ എന്ന് ചോദിച്ചാൽ ഇവിടെ ഇത് ഒരു കണ്ടീഷൻ ഉണ്ട് കേട്ടോ. എങ്ങനെയെന്നറിയോ? ഇപ്പോൾ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഇക്വേഷൻ അല്ലേ, ലാംഡ ഈസ് ഈക്വൽ ടു h/mv അല്ലേ, h/mv. ഇവിടെ മാസ് ഇവിടെ നോക്കൂ, എച്ചിൻ്റെ വാല്യൂ 6.626 ഇൻറ്റു 10⁻³ ആണ്. ബൈ വി വെലോസിറ്റി ആണ്. മാസ് എന്ന് പറയുമ്പോൾ എന്താണ്? മാസ് വെരി ലാർജ് വന്നു കഴിഞ്ഞാൽ ലാംഡ എന്ന് പറഞ്ഞാൽ വെരി 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 ഷോർട്ടായി പോവും. മാസ് വെരി വെരി സ്മോൾ ആയപ്പോൾ ഇലക്ട്രോണിൻ്റെ മാസ് നമുക്കറിയാം 9.1 ഇൻറ്റു 10⁻³ അല്ലേ ഇലക്ട്രോൺ ആണ് സമയത്ത്. അപ്പോൾ ഇവിടെ നമുക്ക് ഏകദേശം പവർ കട്ട് ചെയ്ത് 10⁻³ എന്ന റേഞ്ചിലേക്ക് എത്തിയില്ലേ. അപ്പം അവിടെ വേവ് ലെങ്ത് കുറച്ച് കൂടുതൽ തന്നെയല്ലേ. അപ്പോൾ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിൻ്റെ കേസിലാണ് അവിടെ നമുക്ക് ലാംഡ ഒരു ഡിഫൈൻഡ് വാല്യൂലേക്ക് വരിക. മറ്റേത് മാസ് ടു ബിഗ് ആയി കഴിഞ്ഞാൽ അവിടെ ലാംഡ ഇല്ല, വേവ് ലെങ്ത് ഇല്ല എന്ന് പറയേണ്ടി വരും. വേവ് ലെങ്ത് ഇല്ല മീൻസ് വേവ് ഇല്ല എന്ന് പറയേണ്ടി വരില്ലേ. മീൻസ് അത് എത്രയാണ് വാലിഡ് ആവില്ല. അപ്പോൾ കൂടുതൽ വാലിഡ് ആവാം മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിൻ്റെ കേസിലാണ്. എ ഓക്കെ, ബി ഓക്കെ, സി ഓക്കെ. ആൾ ദ ഒബ്ജക്റ്റ് ഇൻ മോഷൻ ഇറ്റ് ഇസ് നോട്ട് ഓക്കെ. മൈക്രോസ്കോപ്പിക് മൂവിങ് പാർട്ടിക്കിൾ ആയിരുന്നെങ്കിൽ, സോ ആൾ ഒബ്ജക്റ്റ് ഇൻ മോഷൻ എന്ന് പറയുമ്പോൾ ഐ നോട്ട് അഗ്രീഡ് വിത്ത് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്. ഇറ്റ് ഈസ് സിംപ്ലി സ്റ്റാൻഡ് ഫോർ ആർക്കാണ്? മൈക്രോസ്കോപ്പിക് മൂവിങ് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ വെരി ലോ മാസ് ആണെങ്കിൽ മാത്രമാണ് അത് സിഗ്നിഫിക്കൻ്റ് ആവുക.
അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാം, ബട്ട് സിഗ്നിഫിക്കൻസ് ഉണ്ടാവുന്ന ആർക്ക് മാത്രമാണ്? മൈക്രോസ്കോപ്പിക് മൂവിങ് പാർട്ടിക്കിൾസിന് മാത്രമായിരിക്കും. മനസ്സിലായോ? ഇനി ക്വസ്റ്റ്യൻ നമ്പർ 32. If the Planck's constant is given, the Broglie wavelength of the particle of mass given ആണ്, വെലോസിറ്റി given ആണ്. അപ്പോൾ ഇവിടെ ലാംഡ ഇസ് ഈക്വൽ ടു എച്ചിൻ്റെ വാല്യൂ ആ എച്ച് ബൈ എം ബി ആണല്ലോ. എച്ച് എത്രയാണ്? 6.6 ഇൻറ്റു 10⁻34 ജൂൾ സെക്കൻഡ് എടുക്കാൻ പറഞ്ഞിരിക്കുന്നു. മീൻസ് എസ് ഐ സിസ്റ്റം ആയിട്ടുണ്ട്. ഡബ്ല്യു വേവ് ലെങ്ത് കണ്ടുപിടിക്കണം. കിലോഗ്രാമിൽ തന്നിട്ടുണ്ട്. മാസ് 3.3 ഇൻറ്റു 10⁻27 ആണ്. സോ എസ് ഐ യൂണിറ്റിലാണ് ആളുള്ളത്. നോ പ്രോബ്ലം. ആൻഡ് വെലോസിറ്റി അഗെയിൻ എസ് ഐ സിസ്റ്റത്തിലാണ് 200 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, വേവ് ലെങ്ത് അല്ലേ കണ്ടുപിടിക്കണ്ടേ? ഓക്കെ, അപ്പോൾ ചെയ്യാലോ. അത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? 3.3 ഇത് 2 ആയി പോയി. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ -10⁻7 ഉണ്ടായിരിക്കും. സോ 1/200 1/200 അല്ല 2 ഇവിടെ അല്ലേ 2 കട്ടായ ഇറ്റ് ഈസ് 100 ആയി. സോ 10⁻7 ബൈ 10⁻7 ബൈ 10⁻7 ബൈ 100 അല്ലേ. സോ ഇറ്റ് ഈസ് 10⁻9 മീറ്റർ എന്ന് വരും അല്ലേ. 10⁻9 മീറ്റർ എന്ന് വരും. എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കൊടുക്കാം അതിന്? ഇറ്റ് ഈസ് 1 ഇൻറ്റു 10⁻9 മീറ്റർ എന്ന് പറയുമ്പോൾ 10 ഇൻറ്റു 10⁻10 മീറ്റർ. ശരിയല്ലേ? എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 1 ആംസ്ട്രങ്. സോ ഇറ്റ് ഈസ് 10 ആംസ്ട്രങ്. എത്ര വരും? 10 ആംസ്ട്രങ്. ഓപ്ഷൻ ഡി ഈസ് ദി ആൻസർ. സോ 10⁻9 1 നാനോമീറ്റർ ആണ്. 1 നാനോമീറ്റർ ആണ് ആൻസർ വരിക. 1 നാനോമീറ്റർ മീൻസ് എന്താണ്? 10 ആംസ്ട്രങ് ആയിരിക്കും. 10 ആംസ്ട്രങ് ആണ്. Now next question number 33. If I2 dissolved in aqueous Ki, the intense yellow species I3 minus is formed. The geometry of I3 minus ions is. I3 minus അല്ലേ, central atoms I അല്ലേ. So it is I2 minus അല്ലേ. Central atom valence 7 plus monovalent atoms 2 with -1/2. 7 plus 3/2 it is 5. 5 എന്ന് പറഞ്ഞാലേ sp3d hybridization trigonal by pyramidal geometry. ഓപ്ഷൻ ബി അല്ലേ. അപ്പോൾ 7 ആറ്റം 7 iodine 7 plus 2 monovalent atoms plus -1/2. ഓക്കെ, ഇറ്റ് ഈസ് 10/2. 5 means sp3d is trigonal by pyramidal geometry. Option B. Now question number 34. Number of bond pair lone pair on xenon in XeF2. XeF2 അല്ലേ, വാലൻസിൽ 8 ഇലക്ട്രോണ്, 8 2 ബോണ്ട് പെയർ, ബാക്കി 6 ആസ് 3 LP. ഇനി സെനോണിൽ അഗെയിൻ 8 4 ബോണ്ട് പെയർ, ബാക്കി 4 അല്ലേ, ഇറ്റ് ഈസ് 2 LP. XeF6 8 6 BP, ബാക്കി 2 അത് 1 LP. ഇപ്പൊ 2 and 3 4 and 2 6 and 1 2 and 3 4 and 2 and 6 and 1. Option A is the answer. Option A. അതിൻ്റെ ജോമെട്രീസ് നിങ്ങൾ VSEPR തിയറി അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. ഏത് അപ്ലൈ ഉണ്ട്? VSEPR തിയറി അപ്ലൈ ചെയ്താൽ മതി, ചെയ്യാൻ കഴിയും. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഓക്കെ, now question number 35. Which are the following pair of orbital centered on 2 different atoms constitute pi bond? ഏതാണ് പൈ ബോണ്ട്? S and PZ അല്ലേ. SPZ മീൻസ് എസും PZ ഓവർലാപ്പും, അത് സിഗ്മ ബോണ്ട് ആണ് വരിക. SPZ ഏതാണ്? സിഗ്മ ബോണ്ട്. PXPY 0 ഓവർലാപ്പ്, PXPZ 0 ഓവർലാപ്പ്, PYPY സൈഡ് വൈസ് ഓവർലാപ്പ് പൈ ബോണ്ട്. ഓപ്ഷൻ ഡി ആണ് കേട്ടല്ലോ. PX പൈ ബോണ്ട് ആണ്, PY പൈ ബോണ്ട് ആണ്, SPZ സിഗ്മയാണ്, PZും സിഗ്മയാട്ടോ. PZ സിഗ്മ ബോണ്ട്, ഇതും സിഗ്മയാ. SPZ സിഗ്മയാണ്. SPZ എങ്ങനെ വരിക? ദിസ് ഈസ് SPZ കേട്ടോ, സിഗ്മ ബോണ്ട്. PZും സിഗ്മയാണ്. PX ആൻഡ് PYയും എന്താണ്? സിഗ്മയാ.
അതേസമയം പി എക്സ് പി വൈ ക്രോസ് ചെയ്താലോ അത് സീറോ ഓവർലാപ്പാണ്. അപ്പോൾ പി എക്സ് പി വൈ പി എക്സ് പി സെഡ് പി വൈ പി സെഡ് ഒക്കെ സീറോയാണ്. എസ് പി എക്സ് സീറോ, എസ് പി വൈ സീറോ, പി എക്സ് പി വൈ സീറോ, പി വൈ പി സെഡ് സീറോ, പി എക്സ് പി സെഡ് സീറോ. ഇത്രയും എന്താണ് സീറോ ഓവർലാപ്പ്. And then SPZ sigma, PZ sigma, S sigma. Then PX pi bond. Then PY pi bond. Okay, with zero overlap ആണ്. ഇത് ബോണ്ടിങ് ഓവർലാപ്പ് ആണ്. ഇനി ആൻറ്റി ബോണ്ടിങ് ഓവർലാപ്പ് ഉണ്ട്. അതെങ്ങനെയെന്നറിയോ? പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ പറയില്ലേ. ഇപ്പോൾ നോക്കൂ, ഇത് പ്ലസും ഇത് മൈനസും, ഇതും പ്ലസ് ഇത് മൈനസ് ആകുമ്പോൾ എന്താണ് അത് ബോണ്ടിങ് ഓവർലാപ്പാണ്. അപ്പോൾ ഇത് ബോണ്ടിങ് ഓവർലാപ്പാണ്, പ്ലസ് പ്ലസ്, അല്ലെങ്കിൽ ഇങ്ങനെ പ്ലസും പ്ലസും ബോണ്ടിങ് ഓവർലാപ്പ്. അപ്പോൾ ഏതാ നോൺ ആൻറ്റി ബോണ്ടിങ് ഓവർലാപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ പ്ലസും ഒന്നിൻ്റെ മൈനസും. ഇത് ആൻറ്റി ബോണ്ടിങ്, അല്ലെങ്കിൽ ഒരാളുടെ പ്ലസും അടുത്ത ആളുടെ മൈനസും ആൻറ്റി ബോണ്ടിങ് ആണ്. ഓക്കെ, ഓവർലാപ്പുകൾ ശ്രദ്ധിക്കുക. സീറോ ഓവർലാപ്പ് ഉണ്ട്, ആൻറ്റി ബോണ്ടിങ് ഉണ്ട്, ആൻഡ് ബോണ്ടിങ് ഉണ്ട്. കേട്ടല്ലോ. ക്വസ്റ്റ്യൻ 36. ദ ബോണ്ട് ആംഗിൾ അറൗണ്ട് ബി ഇ ഇൻ ബി ഇ സി എൽ ടു ഗ്യാസ് അല്ലേ. ഇറ്റ് ഇസ് ലീനിയർ ആൻഡ് 180. അതൊന്നും പറയുന്നില്ല. ഇറ്റ് ഇസ് 180 degree. Now 37. The electronic configuration of certain homonuclear molecules is given sigma 1s2, sigma star 1s2, sigma 2s2, sigma star 2s2, pi 2px1. The bond order in the molecule is, ഇവിടെ നമ്മൾ കൂട്ടി നോക്കുക, ഇവിടെ 2 4 5. So BMO 5 ആണ്, മൈനസ് ആൻറ്റി BMO 2 and 2 4/2. It is 1/2 0.5 ആണ് ബോണ്ട് ഓർഡർ വരിക. ഹാഫ്. ഓപ്ഷൻ എ is the answer അല്ലേ. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ BMO മൈനസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആൻറ്റി BMO by 2 ആണ് എന്ത് വരിക? ഇറ്റ് ഈസ് ബോണ്ട് ഓർഡർ വരിക. കേട്ടോ. Now 38. The bond order in NO is 2.5 while that of NO plus is 3. Which statement is true? ഇവിടെ ബോണ്ട് ഓർഡർ ഇൻ NO 2.5 ആണ്, ബോണ്ട് ഓർഡർ ഇൻ NO plus 3 ആണ്. ദെൻ ബോണ്ട് ലെങ്ത്തിനെ കുറിച്ചാണ് ചോദ്യം. ഈ ബോണ്ട് ഓർഡർ ഇല്ലേ, ബോണ്ട് ലെങ്ത് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ബോണ്ട് ഓർഡർ. ബോണ്ട് സ്ട്രെങ്ത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബോണ്ട് ഓർഡർ. ബോണ്ട് എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബോണ്ട് ഓർഡർ. ബോണ്ട് ഓർഡർ കൂടിയാൽ ബോണ്ട് സ്ട്രെങ്ത് കൂടും, ബോണ്ട് എനർജി കൂടും, നമ്പർ ഓഫ് ബോണ്ട്സ് കൂടും, ബട്ട് ബോണ്ട് ലെങ്ത് കുറയും. ഓക്കെ, അപ്പോൾ ബോണ്ട് ഓർഡർ കൂടുതലായിരിക്കുക NO പ്ലസിനല്ലേ. സോ ബോണ്ട് ഓർഡർ കൂടുതൽ NO പ്ലസിനല്ലേ, ബോണ്ട് ലെങ്ത് കുറവ് ഇടാം NO പ്ലസിലാണ്. ബോണ്ട് ലെങ്ത് ഈസ് അൺപ്രഡിക്റ്റബിൾ അല്ല. ബോണ്ട് ലെങ്ത് ഈസ് ഇൻ NO ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഇറ്റ്സ് NO പ്ലസ്. വൈ? NOക്ക് ബോണ്ട് ഓർഡർ കുറവല്ലേ. ബോണ്ട് ഓർഡർ കുറഞ്ഞ ആൾക്ക് ബോണ്ട് ലെങ്ത് കൂടുതലായിരിക്കും. മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ്. The kinetic energy of an electron in the second Bohr's orbit of an hydrogen atom is kinetic energy of second electron in the second Bohr orbit. അപ്പോൾ n is equal to 2 ആണ് തന്നിരിക്കുന്നത്. കൈനറ്റിക് എനർജിയാണ് കണ്ടുപിടിക്കേണ്ടത്. കൈനറ്റിക് എനർജി kinetic energy is equal to half mv² ആണ്. ശരിയല്ലേ? half mv² ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് v എവിടെ നിന്ന് കിട്ടും? അതൊക്കെ നമുക്ക് ഒപ്പിക്കുകയല്ലേ. MVR is equal to NH by 2pi. MVR is equal to NH by angular momentum in nth orbit. ഇവിടെ n വാല്യൂ 2 ആണ്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ഓർബിറ്റിൽ നിന്ന് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? വേണമെങ്കിൽ വി ഡിഫൈൻ ചെയ്യാം. വാട്ട് ഈസ് വി? വി എന്താ വരിക? ഇറ്റ് ഈസ് NH by 2pi mr റേഡിയസ്. And again, we know what is radius of hydrogen atom. അറിയില്ലേ? It is A0 into n² by z. n² by z. ഒരു രണ്ട് കാര്യം കൂടെ അല്ലേ. ഇപ്പോൾ ഇവിടെ v നമുക്ക് ഡിഫൈൻഡ് ആയി. n വാല്യൂ എത്ര? നമുക്ക് 2 അല്ലേ. അപ്പോൾ 2 into h by, അപ്പോൾ 2 2 ക്യാൻസൽ ആയില്ലേ. 2/2 ക്യാൻസൽ ആയില്ലേ. അപ്പോൾ 2 2 ക്യാൻസൽ ആയി. അപ്പോൾ നമുക്ക് ഈ 2 പോയി. h by pi into
എം ഇൻറ്റു ആർ. ശരിയല്ലേ? ആൻഡ് അഗെയിൻ ആർ എന്താ വരുന്നത്? ഇറ്റ് ഈസ് എസ് റോ എൻ സ്ക്വയർ ബൈ സെഡ്. ഹൈഡ്രജൻ അല്ലേ? ഹൈഡ്രജന് സെക്കൻഡ് ഓർബിറ്റ് ആകുമ്പോൾ എന്നിൻ്റെ വാല്യൂ 4 സെഡ് വാല്യൂ 1 വരും അല്ലേ? അപ്പോൾ A0 ഇൻറ്റു 2 സ്ക്വയർ ബൈ 1 എന്ന് പറഞ്ഞാൽ 4A0 എന്ന് വരും. 4A0. അപ്പോൾ ആറിൻ്റെ വാല്യൂ 4A0 ആണ്. വിയുടെ വാല്യൂ എന്താണ്? H/4 H/. അപ്പോൾ വെലോസിറ്റി V ഇസ് ഈക്വൽ ടു H/π ഇൻറ്റു എം ഇൻറ്റു ആർ എന്താണ്? 4A0. ഇത് വി അല്ലേ? വാട്ട് ഈസ് കൈനറ്റിക് എനർജി? കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ. ശരിയാണോ? ഹാഫ് എം വി സ്ക്വയർ. അപ്പോൾ ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വിൻ്റെ സ്ക്വയർ. ഇതല്ലേ വി? അപ്പോൾ എന്തൊക്കെയുണ്ട്? എച്ചിൻ്റെ സ്ക്വയർ വരും ബൈ പൈൻ്റെ സ്ക്വയർ വരും. പിന്നെ എമ്മിൻ്റെ സ്ക്വയർ വരും. എമ്മിൻ്റെ സ്ക്വയറിന് ഒരു എം കട്ട് ചെയ്ത ബാക്കി ഒരു എം ഉണ്ടാവും ഇവിടെ. ദെൻ 4ൻ്റെ സ്ക്വയർ 16 ഇൻറ്റു A0യുടെ സ്ക്വയറും വരും. A0യുടെ സ്ക്വയർ A0 സ്ക്വയർ വരും. ശരിയല്ലേ? അപ്പോൾ ഇവിടെ 16 ഇൻറ്റു 2 32 ആയില്ലേ? 32. സോ 1/32 മുകളിൽ എന്ത് വരും? H സ്ക്വയർ ബൈ എം ഇൻറ്റു പൈ സ്ക്വയർ ഇൻറ്റു എന്താ H സ്ക്വയർ ഉണ്ട്, 32 ഉണ്ട്, പൈ സ്ക്വയർ ഉണ്ട്, എം ഉണ്ട്, A0 സ്ക്വയർ. ഓപ്ഷൻ സി ഈസ് ദി ആൻസർ. ഓപ്ഷൻ സി. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. കുറച്ച് സമയം എടുക്കും. നമ്മൾ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണല്ലോ വേണ്ടേ? നമ്മുടെ സ്ട്രീം അതാണല്ലോ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 40. ഓൺ ഇൻക്രീസിങ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ the number of photo electron ejected increases and kinetic energy increase. Their kinetic energy increased. Statement 2, greater the intensity means greater the number of photons, which intends greater the total energy of the radiation. ഇവിടെ സ്റ്റേറ്റ്മെന്റ് 1 തെറ്റാണ്, കാരണം ഈ പാർട്ട് തെറ്റാണ്. സെക്കൻഡ് നിങ്ങൾക്ക് എന്താ പറയാം? ഗ്രേറ്റർ ദ ഇന്റൻസിറ്റി മീൻസ് ഗ്രേറ്റർ ദ നമ്പർ ഓഫ് ഫോട്ടോൺസ് ആൻഡ് ഗ്രേറ്റർ ടോട്ടൽ എനർജി നമ്പർ ഓഫ് പാക്കറ്റ്സ് കൊടുക്കുന്നത്. അത് ശരിയാണ്. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഫാൾസ് ആണ്. ദെൻ ബട്ട് 2 എന്താണ്? അത് കറക്റ്റാണ്. ബട്ട് കറക്റ്റ് എക്സ്പ്ലനേഷൻ ആയി വന്നിട്ടില്ല, മുഴുവനായിട്ടില്ല. എന്താണെന്നറിയാം? ഇവിടെ നമ്പർ ഓഫ് പാക്കറ്റ്സ് ഇൻറ്റൻസിറ്റി കൂടുന്ന പറഞ്ഞാൽ നമ്പർ ഓഫ് പാക്കറ്റ്സ് കൂടുക എന്നാണ്. അക്കോർഡിംഗ് ടു ഐൻസ്റ്റീൻ ആൻഡ് മാക്സ് പ്ലാങ്ക്, 1 പാക്കറ്റ് ഓഫ് എനർജി, 1 ക്വാണ്ട ഓഫ് എനർജി ക്യാൻ ഡിസ്പ്ലേസ് ഇജക്റ്റ് 1 ഇലക്ട്രോൺ എന്നാണ്. ഒരു പാക്കറ്റിന് 1 ഇലക്ട്രോൺ ഇജക്റ്റ് ചെയ്യാം. അപ്പോൾ ഇൻറ്റൻസിറ്റി കൂടിക്കഴിഞ്ഞാൽ മോർ നമ്പർ ഓഫ് പാക്കറ്റ്സ് വരും, മോർ ഇലക്ട്രോൺസ് ഇജക്റ്റ് ചെയ്യപ്പെടും. അതേസമയം ഒരു പാക്കറ്റിൻ്റെ എനർജി കൂടൂല. ഇനി ഫ്രീക്വൻസി കൂടിയല്ലോ ഒരു പാക്കറ്റിൻ്റെ എനർജി കൂടും. ഫ്രീക്വൻസി കൂടിയല്ലേ ഒരു പാക്കറ്റിൻ്റെ എനർജി കൂടും. സോ ആസ് ഫ്രീക്വൻസി ഇൻക്രീസസ് ദ കൈനറ്റിക് എനർജി ഓഫ് ഇജക്റ്റഡ് ഇലക്ട്രോൺ ഇൻക്രീസസ്. അപ്പോൾ 2 ഒബ്സർവേഷനാണ് ഫോട്ടോ ഇലക്ട്രിക് ഫീൽഡിലുള്ളത്. ഒന്ന് ആസ് ഇൻറ്റൻസിറ്റി ഇൻക്രീസസ്. ഇൻറ്റൻസിറ്റി കൂടിക്കഴിഞ്ഞാലേ നമുക്ക് എന്താ പറയാം? ആ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇജക്റ്റഡ് ഇൻക്രീസസ്. ആൻഡ് ആസ് എ ഫ്രീക്വൻസി ഇൻക്രീസസ് the kinetic energy of ejected electron increases. മനസ്സിലായോ? അപ്പോൾ ഈ 2 ഒബ്സർവേഷൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ഡിസ്കഷൻ ഉള്ളത്. പഠിച്ചുകൂടുക. എക്സാംസ് ഒക്കെ നല്ലപോലെ ചെയ്ത്. ഓക്കെ, ദെൻ ബൈ, ഓൾ ദി ബെസ്റ്റ്. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.